പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാ ആളുകളുടെയും മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ആകെ ചർച്ച ചെയ്യുന്ന നമ്മുടെ ലോകാരോഗ്യ ദിനത്തിന്റെ സന്ദേശവും വാസ്തവത്തിൽ നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ ആശങ്കകളും ഒക്കെ ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് ഇന്നത്തെ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ജയകൃഷ്ണൻ വളരെ ദീർഘകാലമായിട്ട് തന്നെ കമ്മ്യൂണിറ്റി മെഡിസിനിലെ പ്രൊഫസർ എന്നുള്ള നിലയ്ക്ക് ഒട്ടേറെ പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള, വളരെ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള, വളരെ പഠിക്കുന്ന കാലം മുതൽ തന്നെ ഇത്തരം സാമൂഹ്യമായ എല്ലാ പ്രശ്നങ്ങളിലും വളരെ സജീവമായി ഇടപെടുന്ന എല്ലാവർക്കും പരിചയമുള്ള നമ്മുടെ ഡോക്ടർ ജയകൃഷ്ണൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്ന് സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, എന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ മീറ്റിംഗിൽ കൂടിയിരിക്കുന്ന എല്ലാവരും പരിചയപ്പെടുത്തിയ എൻ്റെ വിദ്യാർത്ഥി കാലത്തെ സുഹൃത്തായ ഡോക്ടർ മുബാറക് സാനിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മുടെ ഇവിടെ ഈ രാത്രിയിൽ ഇവിടെ ഈ ഒരു മീറ്റിംഗ് കൂടിയിരിക്കുന്നത് വേൾഡ് ഹെൽത്ത് ഡേ ഇവിടെ തീമിന്റെ പ്രചരണത്തിന് വേണ്ടിയാണ്. ഈ വേൾഡ് ഹെൽത്ത് ഡേ തീം ഒരു പ്രത്യേക തരത്തെ സാഹചര്യത്തിലാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇത് അവതരിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, നമ്മുടെ ഭാവി നിർണ്ണയിക്കാനുള്ള തെരഞ്ഞെടുപ്പ്. ആ സമയത്താണ് ലോകാരോഗ്യ സംഘടന വളരെ ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജനങ്ങൾക്ക് മുമ്പിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള, ആരാണ് ആരോഗ്യത്തെ അവകാശമാക്കുക, അത് തിരഞ്ഞെടുക്കാനുള്ള ഒരു ചോയ്സ്, ഒരു പദ്ധതി മുന്നോട്ട് വെക്കുന്നത്, പൊളിറ്റിക്കൽ അജണ്ടയിലേക്ക് കൊണ്ടുവരാനുള്ള ഇത് അജണ്ടയായിട്ടാണ് എനിക്ക് തോന്നിയത്. മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളത് ആരോഗ്യം ഓരോ വ്യക്തിയുടെ അവകാശമാണ്. ഈ ഒരു മുദ്രാവാക്യം ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വെച്ചപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ അറിയുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, വളരെ രാഷ്ട്രീയപരമായിട്ട്. കാരണം നമ്മളൊക്കെ മുമ്പേ കേട്ടിട്ടുണ്ട്, പൊളിറ്റിക്സ് ഈസ് നത്തിങ് ബട്ട് ഹെൽത്ത് എന്ന് പ്രസിദ്ധനായ ശാസ്ത്രജ്ഞ ജർമ്മനിയിൽ 1848 വെർക്കോ എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട്. പൊളിറ്റിക്സ് ഈസ് നത്തിങ് ബട്ട് ഹെൽത്ത് റിട്ടൺ ഇൻ ലാർജ് ലെറ്റേഴ്സ് എന്ന്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ആരോഗ്യം വലിയ അക്ഷരത്തിൽ എഴുതുന്നതാണ്. അപ്പൊ അതിന്റെ തന്നെ ഒരു വേർഷനാണ് ഹെൽത്ത് ഈസ് മൈ റൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വിഷയം കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ടായി. അപ്പോ ഈ വിഷയത്തിന് നമ്മൾ ഇതൊരു രാഷ്ട്രീയ വിഷയമാണ്. ഇത് വെറും ആരോഗ്യത്തിന്റെ അല്ലെങ്കിൽ ഡോക്ടർ നഴ്സിന്റെ ഒരു വിഷയമല്ല, ഇത് തെരഞ്ഞെടുപ്പിന്റെ ഒരു വിഷയമാണ് നമ്മുടെ റൈറ്റിൻ്റെ. അപ്പൊ ആരോഗ്യം ഓരോരുത്തരുടെ അവകാശമായിരിക്കും, ഒരു പൗരന്റെ അവകാശമാകുമ്പോഴൊക്കെ ഓരോരുത്തർക്കും അത് റൈറ്റ് ഉണ്ട്, അവകാശമാണ്. അപ്പൊ ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കണം. അതുപോലെ തന്നെ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ അത് ഉണ്ടാക്കേണ്ട കടമ രാഷ്ട്രത്തിലേക്ക് മാറുകയാണ്. സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി മാറിയിരിക്കുകയാണ്. അപ്പൊ അത് രോഗത്തെക്കുറിച്ചുള്ള അറിവുണ്ടാക്കണം, ചികിത്സയെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം, വ്യക്തിക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. അതിൽ യാതൊരു വിഭാജനവും പാടില്ല. അത് പൈസ ഉള്ളവർക്ക് ആണ് ചികിത്സ, കാശുള്ളവർക്ക് മാത്രമാണ് മറ്റുള്ളവർ കിട്ടാതിരിക്കാൻ പാടില്ല, ജെൻഡർ ഡിഫറൻസ് ഉണ്ടാകാൻ പാടില്ല. ഇനി ആദിവാസികളാണോ, ഇനി ഗ്രാമീണരാണോ, അങ്ങനെ ഒരു വിവേചനമില്ലാത്ത ജനങ്ങളെ എംപവർ ചെയ്യാനുള്ള ഒരു ലോ ആണ് ഇത്. ശരിക്കും ഒരു ഇതാണത് വരുന്നത്. മൈ റൈറ്റ്, ആരോഗ്യത്തിന്റെ അവകാശമാണുള്ളത്. ഇപ്പൊ ജനങ്ങളെ എംപവർ ചെയ്യാനുള്ള ഒരു മുദ്രാവാക്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മീറ്റിംഗ് നടത്തുക ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിൽ ജനങ്ങളെ അറിയിക്കണം. ഒരു ക്ലെയിം ആണ് ഇരുന്നത്. ഈ ക്ലെയിം നമുക്ക് രാഷ്ട്രീയ പാർട്ടികളോട് മുന്നിലേക്ക് വെച്ചിട്ട് ആരാണോ ഈ ക്ലെയിമിനെ അംഗീകരിക്കുന്നത്, അല്ലെ പൊളിറ്റിക്കൽ അജണ്ടയിൽ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കാനും അവകാശത്തിന് മുന്നോട്ട് കൊടുക്കാനും അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമാണ് നമുക്ക് കൈവന്നിട്ടുള്ളത്. കാരണം ജനങ്ങൾ വോട്ടിംഗ് പവർ കയ്യിലുണ്ട്, ജനങ്ങളുടെ കയ്യിൽ സ്വന്തം തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി, നമുക്ക് ആരോഗ്യത്തിന് ഡിമാൻഡ് ചെയ്യാനുള്ള, രാഷ്ട്രീയക്കാരോടും ഭരിക്കുന്നവരോട് ഡിമാൻഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ പൊതുവെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ആരോഗ്യം ഒരു കമ്മോഡിറ്റി ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു പൈസ കൊടുത്ത് വാങ്ങുന്ന കമ്മ്യൂണിറ്റി, കാരണം ചരക്കായിട്ടാണത്. കാരണം പൈസ ഉള്ളവർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ, അല്ലാത്തവർക്ക് ആരോഗ്യം അങ്ങനെ കിട്ടുന്നില്ല. ഇതൊന്ന് തിരിച്ചും നമ്മൾ ഒരു മാറ്റിമറിക്കേണ്ടതുണ്ട്. രോഗം ഒരു വ്യക്തിയുടെ കുറ്റമല്ല. ശരിക്കും രോഗം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ഉൽപ്പന്നമാണ്. അതുകൊണ്ട് ഒരു സാമൂഹ്യ ഉത്തരവാദിത്വമാണ് രോഗചികിത്സ എന്നുള്ളത്. ആ ഒരു തരത്തിലേക്ക് ഇതിനെ തിരിച്ചു വായിക്കേണ്ടിയിരിക്കുന്നു. ഇത് നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം. ലോകത്തിലെ പ്രസന്റ് ആയിട്ടുള്ള എന്താണ് ആരോഗ്യം അവകാശമായിട്ടുള്ള രാജ്യങ്ങൾ എത്രയുണ്ട് എന്താന്നൊക്കെ നോക്കാം. ഇത് ആരോഗ്യം അവകാശമാണെന്നുള്ള ഹെൽത്ത് ഈസ് മൈ റൈറ്റ് എന്നുള്ളത് ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് WHO, ലോകാരോഗ്യ സംഘടന അതിന്റെ ഭരണഘടനയിൽ തന്നെ ഫോർമേഷനിൽ 1947-48 തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടലാസിൽ എഴുതി വെച്ചിട്ടുണ്ട് കാലത്ത്. അതുപോലെ തന്നെ മനുഷ്യന്റെ അവകാശങ്ങൾ പ്രഖ്യാപിച്ച UN
യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്രസഭ 1948 തന്നെ മനുഷ്യന്റെ ഓരോ രാജ്യത്തും മനുഷ്യന്റെ അവകാശമാണ് ആരോഗ്യം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ 1952 സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ബഹുമാനപ്പെട്ട നെഹ്റുവിന്റെ പ്രധാനമന്ത്രി നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഫോം ചെയ്ത ഭരണഘടനയിൽ നമ്മളിപ്പോൾ കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വി ദ പീപ്പിൾ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21 ഇത് ഹെൽത്ത് റൈറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഒരു പ്രായോഗികതയിൽ നമ്മൾക്ക് ഒരിക്കലും എത്തിയിട്ടില്ല. ഇനി ലോകത്തിലെ അവസ്ഥ നോക്കിയാൽ ലോകാരോഗ്യ സംഘടന പറയുന്നത് അതിലെ പുതിയൊരു ഈ മാസം പ്രസിദ്ധീകരിച്ച ഒരു പ്രസിദ്ധീകരിച്ച ഒരു ഗവേഷണ ലേഖനം മനസ്സിലാക്കാൻ പറ്റത് ലോകത്തോടെ 194 രാജ്യങ്ങളുണ്ട് ലോകാരോഗ്യ സംഘടന മെമ്പർഷിപ്പുള്ള. അതിൽ 140 രാജ്യങ്ങളിൽ ഭരണഘടനയിൽ ഇത് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ചെയ്യുന്നത് ആരോഗ്യം ജനങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. 140 രാജ്യങ്ങൾ ഇത് സ്റ്റേറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 32 രാജ്യങ്ങളിൽ അത് ലീഗലാണ്, സ്റ്റാറ്റ്യൂട്ടറി ആണ്. ഇത് ഐദർ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് എഴുതി വെക്കാം ഭരണഘടന അനുച്ഛേദം പ്രകാരം, അല്ലെങ്കിൽ ലീഗലാക്കാം, നിയമപരമാക്കാം, അല്ലെങ്കിൽ ജുഡീഷ്യൽ ആയിട്ട് പറയാം. അത് കേസ് കൊടുത്ത് നമുക്ക് നേടാവുന്നതാണ് കിട്ടിയിട്ടില്ലെങ്കിൽ. ഇപ്പൊ 32 രാജ്യങ്ങളിൽ അത് സ്റ്റാറ്റ്യൂട്ടറി ആണ്. അത് പിന്നെ 5 രാജ്യങ്ങളിൽ അത് നിയമന കോടതിയാണ്. അപ്പൊ ആരോഗ്യ സേവനങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെയുള്ള പൗരന്മാർക്ക് കോടതിയിലേക്ക് പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾക്ക് പടിപടിയേറ്റ് പോകാനുള്ള ഒരു മുദ്രാവാക്യമാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇനി ഇങ്ങനെയല്ലെങ്കിലും ഏകദേശം നമ്മൾ ഡെവലപ്ഡ് എന്ന് പറയുന്നത് വികസിത രാജ്യങ്ങൾ എന്ന് പറയുന്നത് മിക്ക പാശ്ചാത്യ രാജ്യങ്ങളെ പൊതുവികസനം എന്ന് പറയുന്നത് 40 രാജ്യങ്ങളിൽ അവിടുത്തെ യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ ആണ്. യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ എന്ന് വെച്ചാൽ സർക്കാർ തന്നെയാണ്. അവിടുത്തെ ഒരാൾക്ക് അസുഖം ഉണ്ടായാൽ ആരോഗ്യത്തിന്റെ കാര്യം നോക്കുന്നത്, വ്യക്തികളുടെ ആരോഗ്യത്തിന്റെ കാര്യം നോക്കുന്നത് അവർ സർക്കാരുകൾ തന്നെയാണ്. സർക്കാർ ഒന്നുകിൽ ഇവിടുന്ന് അവരുടെ നികുതി, അവരുടെ വരുമാനത്തിനനുസരിച്ച് നികുതി പിരിക്കും, ജനങ്ങളിൽ നികുതി പലതരത്തിൽ നികുതി പിരിക്കും. അല്ലെങ്കിൽ സർക്കാർ തന്നെ ഇൻഷുറൻസ് ഒക്കെ ഏർപ്പെടുത്തിയിട്ട്, ജർമ്മനി ഇതൊക്കെ ഇൻഷുറൻസ് ഒക്കെ ഏർപ്പെടുത്തിയിട്ടാണ് ഫ്രാൻസ് ഇതൊക്കെ നടത്തുന്നത്. മിക്കവാറും UK പോലുള്ള രാജ്യങ്ങളിൽ യൂറോപ്പ് കാര്യങ്ങൾ അവർ ടാക്സ് എന്നാണ് ഇത് നിർവഹിക്കുന്നത്. ഇപ്പൊ ഗവൺമെന്റ് തന്നെയാണ്, സർക്കാരുകൾ തന്നെയാണ് അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യം ഏറ്റെടുത്തിട്ടുള്ളത്, അങ്ങനെ നടപ്പിലാക്കുന്നുണ്ട്. ഇനി ഇന്ത്യയിലേക്ക് വന്നാല്, ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ 2014 അധികാരമേറ്റ് ആ സമയത്ത് തന്നെ ഒരു ദേശീയ ആരോഗ്യ നയം രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഡ്രാഫ്റ്റ് കരട് രേഖയിൽ 2015 ആരോഗ്യം റൈറ്റ് ആക്കുമെന്ന് പറഞ്ഞിട്ടാണ് കരട് രേഖ ഉണ്ടായത്. അപ്പൊ ഞാനൊക്കെ സന്തോഷിച്ചിട്ട് മാതൃഭൂമിയിൽ അന്നേരം ഒരു എഡിറ്റോറിയൽ ലേഖനമൊക്കെ എഡിറ്റോറിയൽ പേജിൽ എഴുതിയിരുന്നു, നല്ലതാണെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അത് തനി രൂപം പുറത്തു വന്നു 2017 പുറത്തു വന്നപ്പോൾ അതിന്റെ ഫുൾ ഫോമിൽ വന്നപ്പോൾ അത് എടുത്തു കളഞ്ഞിട്ട്, ആ വകുപ്പ് എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു. ആരോഗ്യം അവകാശമാക്കുന്ന എടുത്തു കളഞ്ഞിട്ട് പകരം സേവനങ്ങൾ അഷുറൻസ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സേവനങ്ങൾ ഉറപ്പാക്കാൻ മാത്രമേ പറ്റുള്ളൂ, ഒരു ഒഴുക്കം മട്ടില് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾക്കിപ്പോ സേവനങ്ങൾ കിട്ടാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പൊ അടുത്ത കാലത്ത് രാജസ്ഥാനിൽ മുൻ കോൺഗ്രസ് ഇപ്പൊ അധികാരത്തിന് പുറത്തായ അശോക് ഗെഹ്ലോട്ട് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത്. നമ്മുടെ ഇപ്പൊ ഈ വർഷം, കഴിഞ്ഞ വർഷം നമ്മുടെ പൊതുജനാരോഗ്യ നിയമം കൊണ്ടുവന്ന പോലെ അവിടെ ഹെൽത്ത് റൈറ്റ് ആയിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നിരുന്നു. പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ പറ്റില്ല, തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പുറത്താക്കുകയുണ്ടായി. ഇനി ഇപ്പൊ ലോകത്തിലുള്ള അവസ്ഥ ആകെ നോക്കിയാൽ ഏകദേശം 800 കോടിയിലധികമാണ് ലോകത്തിലെ ജനസംഖ്യ ഉള്ളത്. ഒരു പകുതിയിലധികം പേർക്കും രാജ്യങ്ങളിൽ അവർക്ക് ഈ ഹെൽത്ത് റൈറ്റ് ആക്കണം, ആരോഗ്യം അവകാശമല്ലാത്തതുകൊണ്ട് അവർക്ക് വേണ്ട ചികിത്സ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ലോകത്തിലെ പകുതിയിലധികം ജനങ്ങൾക്ക് വേണ്ട ചികിത്സ അത് ഡിനൈ ചെയ്യപ്പെടുകയാണ്, നിഷേധിക്കപ്പെടുകയാണ്. മിക്കവാറും പലപ്പോഴും ഉണ്ടാകുന്നത് അത് കാശിന്റെ പ്രശ്നമാണ്. ചില ദരിദ്ര രാജ്യങ്ങളിൽ സേവനങ്ങൾ ലഭ്യമല്ലാത്തത് കൊണ്ടും ഉണ്ടാകുന്നുണ്ട്. ചില സ്ഥലത്ത് നമുക്കറിയാം യുദ്ധം ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾക്ക് ഉക്രൈനിലും അല്ലെങ്കിൽ ഗാസയിൽ നമുക്കറിയാം അതുകൊണ്ട് ലഭ്യമല്ലാതെ ലഭിക്കുന്നുണ്ട്. അല്ല, പ്രധാനമായിട്ട് പ്രശ്നങ്ങൾ ഗവൺമെന്റ് വേണ്ട വിധത്തിൽ അതിന് കാശ് ചിലവാക്കാത്തതുകൊണ്ടും ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ടും ലഭ്യമാകുന്നില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ അറിയാം, ഒരു ആശുപത്രിയിൽ, സർക്കാർ ആശുപത്രിയിലാണോ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രിയിലായാലും പോയാലും ഒരു വ്യക്തിക്ക് കാശില്ലാത്തതുകൊണ്ട് ചികിത്സ ലഭിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അത് ഗവൺമെന്റ് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നാണ് പറയുന്നത്. സ്വകാര്യമായാൽ പോലും അത് ഗവൺമെന്റ് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, അതൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാട്ടുന്നത് പലപ്പോഴും രോഗം മാറിയിട്ട് ഡീറ്റെയിൻ ചെയ്യുന്നുണ്ട്, കാശടക്കാൻ പറ്റാത്തതുകൊണ്ട് ആശുപത്രിയിൽ രോഗികളെ അവിടെ കിടത്തുന്നുണ്ട്, ഡിസ്ചാർജ് ചെയ്യുന്നില്ല. പലപ്പോഴും ഡെഡ് ബോഡി മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മൃതദേഹം പോലും റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ ഏറ്റവും ദുരൂഹമായ അവസ്ഥയാണ്. അതൊക്കെ പരിഹരിക്കേണ്ടവർ ആരോഗ്യം ഒരു അവകാശമായിട്ട് രാജ്യങ്ങളും അവിടുത്തെ രാഷ്ട്രീയ കക്ഷികളും മുന്നോട്ട് വരണം എന്നാണ് മുന്നോട്ട് വെക്കുന്നത്. എന്താണ് റൈറ്റ് ആക്കിയാൽ നമുക്ക് കിട്ടേണ്ട പ്രധാന കാര്യങ്ങൾ? അത് പ്രധാനമായിട്ടും അതിനൊരു ഫോർമുല പറയുന്നത് 3 Aയും 1 Q എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. A എന്ന് പറഞ്ഞാൽ ആദ്യത്തെ A എന്ന് പറഞ്ഞാൽ
നമ്മൾക്കത് അവൈലബിലിറ്റി, എല്ലാ സമയത്തും ആരോഗ്യ സേവനങ്ങൾ ലഭിക്കുക, വേണ്ട സമയത്ത് ടൈമിൽ ലഭിക്കണം, കൂടുതൽ കാത്തിരിപ്പ് പാടില്ല, സർവീസ് എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ടായിരിക്കണം, അവൈലബിൾ ആയിരിക്കണം സർവീസ് എന്നൊക്കെയാണ് ഒരു ലഭ്യത. രണ്ടാമത്തെ അക്സസബിലിറ്റി ഓർ പ്രാപ്യത, നമ്മുടെ വീടിനടുത്ത് തന്നെ കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ പുഴ കടക്കാൻ പാടില്ല, അല്ലെങ്കിൽ കുന്ന് കയറി പോകാൻ പാടില്ല, അല്ലെങ്കിൽ അവിടുത്തെ യാത്രാ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെ ഒന്ന് അക്സസിബിലിറ്റി, അവർക്ക് നമ്മുടെ സ്കീസൊക്കെ നമ്മുടെയൊക്കെ സാമ്പത്തികമായിട്ട് നമ്മളെ ബാധിക്കാത്ത വിധത്തിലായിരിക്കണം ചികിത്സ കിട്ടേണ്ടത്, അക്സസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആശുപത്രികൾ നമുക്ക് അടുത്ത ജനങ്ങളുടെ അടുത്ത് തന്നെ ട്രാൻസ്പോർട്ട് സൗകര്യത്തോടുകൂടി നമ്മൾക്ക് പെട്ടെന്ന് കിട്ടാവുന്ന വിധത്തിലും കാശ് കൂടെ ചിലവ് എല്ലാവർക്കും ലഭ്യമാകുന്ന വിധത്തിലുള്ള ഒന്ന് പ്രാപ്യമായിരിക്കണം. പിന്നെ ആക്സെപ്റ്റബിലിറ്റി ആണ്, നമുക്ക് സ്വീകാര്യത ഇരിക്കണം. ആശുപത്രി സർവീസ് സ്വീകാര്യമായിരിക്കണം, പോകുന്നവർക്ക് രോഗി സൗഹൃദമായിരിക്കണം, രോഗിയെ അല്ലെങ്കിൽ ഈ പോകുന്ന സേവനം നടക്കുന്ന ഡിഗ്നിറ്റി നൽകണം. ഇതൊക്കെയാണ് സ്വീകാര്യത കൊണ്ട് പറയുന്നത്. പിന്നെ പറയുന്നത് ക്വാളിറ്റി ഓഫ് കെയർ ആണ് പറയുന്നത്. ക്വാളിറ്റി ഓഫ് കെയർ എന്ന് വെച്ചാൽ ചികിത്സയായാലും ലാബായാലും മരുന്നുകളായാലും അത് ക്വാളിറ്റി ഓഫ് കെയറിന് ലോകാരോഗ്യ സംഘടന പറയുന്നത് സയന്റിഫിക്കലി സൗണ്ട് ആയിരിക്കണം എന്നാണ്. നമ്മൾക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പൊതുവെ സയന്റിഫിക്കലി സൗണ്ടായ ഔഷധ ചികിത്സ നമ്മുടെ കാലിന്റെ അടിയിൽ നിന്ന് ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രത്തിന് ബേസ് ആയിട്ടുള്ള പല കാര്യങ്ങളും സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും തെളിവിനെ അടിസ്ഥാനപ്പെട്ട കാര്യങ്ങളൊക്കെ പലതും പോയിക്കൊണ്ടിരിക്കുകയാണ്, ചോർന്ന്. പിന്നെ ഇഫക്റ്റീവ് ആയിരിക്കണത്, ഫലപ്രദമായിരിക്കണം, ഇതാണ് പറയുന്നത്. ഇനി നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതിയിലേക്ക് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി, എങ്ങനെയാണ് അവൈലബിലിറ്റി അല്ലെങ്കിൽ ലഭ്യത, പ്രാപ്യത, സ്വീകാര്യത, ഇതിന്റെ ക്വാളിറ്റി എന്നതിനെ കുറിച്ച് നമ്മൾക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പിന്നെ ഇന്ത്യയിൽ ഓരോ വർഷവും കേന്ദ്ര ഗവൺമെന്റ് റിപ്പോർട്ട് പ്രകാരം റൂറൽ ഹെൽത്ത് സ്റ്റാറ്റിക്സ് റിപ്പോർട്ട് എന്നൊരു ഒരു റിപ്പോർട്ട് ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഗ്രാമീണ ആരോഗ്യ കേന്ദ്രങ്ങൾ, നമ്മുടെ PSC പ്രാഥമിക ആരോഗ്യ സാമൂഹിക ആരോഗ്യങ്ങളുടെ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ അതിന്റെ കണക്കുകൾ കേന്ദ്ര ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ സാമൂഹിക ആരോഗ്യങ്ങളിൽ കണക്കുകൾ വെച്ചിട്ട് നോക്കിയാൽ ആദ്യം വേണ്ടത് ആശുപത്രിയിൽ ബിൽഡിംഗ് തന്നെ പല സംസ്ഥാനങ്ങളിലില്ല. കേരളത്തിൽ മാത്രമേ നമ്മൾക്ക് വേണ്ടത്ര ബിൽഡിംഗിൽ അത് കൂടുതലായിട്ടുള്ളതും. PSCകളുടെ 35% സ്ഥലത്ത് ഡോക്ടർമാരെ അവൈലബിലിറ്റി ഇല്ല എന്നാണ് 2021 ഗ്രാമീണ ആരോഗ്യ മേഖലയിൽ റിപ്പോർട്ട് പറയുന്നത്. 30% സ്ഥലത്ത് ഡോക്ടർമാരുടെ സേവനമില്ല. ഇനി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിലാണെങ്കിൽ അവിടുത്തെ സ്പെഷ്യലിസ്റ്റുകൾ, അവിടെ പീഡിയാട്രീഷ്യൻസ് വേണം, ഗൈനക്കോളജിസ്റ്റ് വേണം, സർജൻസ് വേണം. 70 തൊട്ട് 80% വരെ 80% സ്ഥലത്ത് ഇന്ത്യയിൽ പല സംസ്ഥാനത്തും അവിടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരില്ല. ഈ അവസ്ഥയാണ് ഉള്ളത്. പിന്നെ വേറൊന്ന് പറയാനുള്ളത്, ഒരു കിടക്കയുടെ കണക്കെടുത്തിട്ട് നമ്മൾ 10,000 പേർക്ക് എത്ര കിടക്കുക എന്നൊരു കണക്കുണ്ട്. അങ്ങനെയാണ് ലോകാരോഗ്യ സംഘടന രാജ്യത്തെ സ്ഥിതി നമ്മുടെ ആശുപത്രി സൗകര്യം വിലയിരുത്തുന്നത്. ഇന്ത്യയിൽ 10,000 പേർക്ക് 10 താഴെ കിടക്കകൾ മാത്രമാകുമ്പോൾ നമ്മുടെ അടുത്തുള്ള ശ്രീലങ്ക ചെറിയ രാജ്യത്ത് 10,000 പേർക്ക് 42 കിടക്കാറുണ്ട്. അപ്പൊ കിടക്ക സൗകര്യം കൂടുതൽ അവിടെയുണ്ട്. ഇവിടെ ലഭ്യത കുറവുണ്ട്, ഡോക്ടർമാരെ കുറവുണ്ട്, ലഭ്യത കുറവുണ്ട്. പിന്നെ പല സംസ്ഥാനത്തും ഇപ്പം കേരളം പോലെ സംസ്ഥാനത്ത് നമ്മൾക്ക്, അല്ലെങ്കിൽ ചെന്നൈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനത്ത് വലിയ പ്രശ്നമല്ല. പല സംസ്ഥാനങ്ങളിലും നമ്മുടെ ആരോഗ്യത്തിന്റെ ഏറ്റവും ബേസിക് അടിസ്ഥാന സ്ട്രക്ചർ ആയിട്ടുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ പ്രൈവറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് അതിൻ്റെ അകത്ത് ഊരി മാറിയിട്ട് പല ഏജൻസിക്ക് കൊടുത്തിരിക്കുകയാണ്. ജാർഖണ്ഡിലുണ്ട്, ഉത്തരേന്ത്യ പല സംസ്ഥാനങ്ങളിലും പ്രൈവറ്റൈസ് പ്രൈവറ്റ്. അതോടുകൂടി വെറും ചികിത്സ അവിടെ വെറും മരുന്ന് പൈസ കൊടുത്ത് മാറിയല്ലാണ്ട് പ്രതിരോധ ചികിത്സകളൊന്നും ആ ഭാഗത്ത് നടക്കുന്നില്ല. അപ്പോ അങ്ങനെയാണ് നമ്മുടെ സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഇനി അടുത്ത കാലത്ത് വേറെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇനി കേരളത്തിൽ വരാം. പ്രൈമറി കെയർ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് PSCയുടെ പേര് നമ്മുടെ ഫാമിലി ഹെൽത്ത് കെയർ സെന്റർ അല്ലെങ്കിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് സർവീസുകൾ കൂട്ടിയിട്ടുണ്ട്. മരുന്ന്, നേഴ്സ്, ഡോക്ടർമാരുടെ അവൈലബിലിറ്റി കൂട്ടിയിട്ടുണ്ട്. അതുപോലെ സബ് സെന്ററുകൾ കഴിഞ്ഞ വർഷം തൊട്ടിട്ട് അവിടെ മിഡിൽ ലെവൽ പ്രൊവൈഡർ ഇതൊക്കെ വെച്ചിട്ട് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ ആക്കി പിന്നെ അങ്ങനെ വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പം 2-3 മാസം മുമ്പ് മുകളിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഒരു ഓർഡർ വരുന്നത്, എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും ബ്രാൻഡിങ് നടത്തണം. എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു ഇന്ത്യ ഒരു തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ ഒരു ഇന്ത്യ ഒരു ഇതാണ്, ഒരൊറ്റ ജനത, അങ്ങനെയല്ല, ഒരു രാജാവ് ഒരു രാജ്യം ഒരു ഇതെന്ന് പറയുന്ന പോലെ ബ്രാൻഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഒന്ന് പറയുന്നത് നമ്മുടെ ഈ പേരുകളുണ്ടല്ലോ, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രൈമറി ഹെൽത്ത് സെന്റർ എന്നുള്ളത് മാറ്റിയിട്ട് എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും ആയുഷ്മാൻ ആരോഗ്യ മന്ദിരാക്കണം എന്ന ഓർഡർ ഉണ്ട്. മന്ദിർ എന്ന് പറഞ്ഞാല് ഞാൻ 10ാം ക്ലാസ് വരെ ഹിന്ദി പഠിച്ച്, മന്ദിർ എന്ന് പറഞ്ഞാൽ ക്ഷേത്രം എന്നാണ് ഇന്ത്യക്കാർ, നമ്മുടെ മലയാളികൾ മനസ്സിലാക്കും. ക്ഷേത്രമാക്കി മാറ്റേണ്ടതാണ്. ആരോഗ്യ കുടുംബാരോഗ്യ കേന്ദ്രം എന്നുള്ളത് മന്ദിറാക്കി മാറ്റി ക്ഷേത്രങ്ങളാക്കി മാറ്റണം. അതുകൂടാതെ അതിന്റെ മുകളിൽ ടാഗ് ഇടണം എന്ന് പറഞ്ഞ് പെയിന്റ് ചെയ്തിട്ട് ആരോഗ്യം പരമം ധനം ഹിന്ദിയിൽ ടാഗ് ചെയ്യണം. അതുകൂടാതെ പറഞ്ഞിരിക്കുന്ന ഓർഡർ പറഞ്ഞിരിക്കുന്നത്
അതെല്ലാം മഞ്ഞ പെയിന്റ് അടിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മുടെയൊക്കെ ഓർമ്മയിൽ മഞ്ഞ പെയിന്റ് അടിച്ച പണ്ടത്തെ ധർമാശുപത്രികളും പണ്ട് കാലത്ത് സർക്കാർ മന്ദിരങ്ങളൊക്കെ എല്ലാ ഓഫീസുകളും മഞ്ഞ കളറാണ്. നമ്മൾക്ക് കാണുമ്പോൾ തന്നെ ദയനീയം തോന്നുന്നത് മഞ്ഞ കളർ. പണ്ട് എന്റെ ഓർമ്മയിൽ വരുന്നത് പണ്ട് 10, 20, 30, 20 വയസ്സ് 25 വയസ്സുള്ളപ്പോ സേതുവിന്റെ ഒരു നോവലുണ്ട് പാണ്ഡവപുരം എന്ന് പറഞ്ഞിട്ട്. അതിൽ മഞ്ഞ പെയിന്റ് അടിച്ച കുറെ ക്വാർട്ടേഴ്സും കുറെ ഓർമ്മകളായിട്ടുള്ള ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യണം എന്നാ പറയുന്നത്. അപ്പൊ കേരളം അത് ചെയ്യാത്തതുകൊണ്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾക്ക് പിന്നെ NHF ഫണ്ട് ഇട്ടാണ്ട് NHF ഫണ്ടിന്റെ 450 കോടിയാണ് ഫണ്ടിന് 317 കോടി അതുമൂലം നമുക്ക് കിട്ടുന്നില്ല. അത് ചെയ്താൽ തരുന്നു പറഞ്ഞിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള പല സ്ത്രീകൾക്കുള്ള പദ്ധതികൾ, 18 വയസ്സുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതികളൊക്കെ ഏകദേശം വഴിമുട്ട് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ഈ അവകാശമാക്കണം എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ആരോഗ്യത്തിന്റെ അതിന്റെ സ്ഥാപനങ്ങളുടെ സ്ഥിതിയുള്ളത്. ഇനി യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ എന്നാണ് മുമ്പ് പറയുന്നത്. നമ്മൾ ലോകാരോഗ്യ സംഘടന അൽമാട്ട ഡിക്ലറേഷൻ എന്ന് പറയും 1978 എല്ലാവർക്കും ആരോഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എല്ലാവർക്കും ആരോഗ്യം എല്ലാ സ്ഥലത്തും എത്തിക്കുക എന്നുള്ളതാണ്. അത് നോക്കുമ്പോൾ ഇപ്പോൾ ഇൻഷുറൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്താ ഇൻഷുറൻസിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ എല്ലാവർക്കും ആരോഗ്യം കിട്ടുന്ന സർവീസ് കിട്ടുമ്പോൾ ഗവൺമെന്റ് തന്നെ മുതൽ മുടക്കി എല്ലാവർക്കും പ്രാഥമിക സൗകര്യങ്ങൾ കിട്ടും. അപ്പോൾ ഇൻഷുറൻസ് ആകുന്നതുകൊണ്ട് സർക്കാർ ഇൻഷുറൻസ് ആണ് കുഴപ്പമില്ല. പല രാജ്യങ്ങളും അങ്ങനെയാണ് ഇത് സാധ്യമാക്കിയത്. പക്ഷെ നമ്മുടെ ഇൻഷുറൻസ് ഒക്കെ പ്രൈവറ്റൈസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അത് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ആരോഗ്യ മേഖലയിൽ പോകേണ്ട പൈസ കാശ് ഗവൺമെന്റ് സർക്കാരിന്റെ കേന്ദ്ര ഗവൺമെന്റാണ് കൂടുതലായിട്ട് ചെലവാക്കുന്നത്. 60% കൂടുതൽ സംസ്ഥാന സർക്കാർ വളരെ കുറച്ച് 40% ചെലവാക്കേണ്ട ആവശ്യമുണ്ട്. അതിൽ ആരോഗ്യ വകുപ്പിലേക്ക് പോകേണ്ട പല കാശും ഇൻഷുറൻസിലേക്കാണ് പോകുന്നത്. ഈ ഇൻഷുറൻസ് പലപ്പോഴും സ്വകാര്യ ഇൻഷുറൻസ് 20-25% ലാഭത്തിലാണ് നടപ്പാക്കുന്നത്. അതുകൊണ്ട് ആരോഗ്യ മേഖലയ്ക്ക് ജനങ്ങൾക്ക് കിട്ടേണ്ട പൈസ നേരിട്ട് കിട്ടുന്നില്ല. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഏർപ്പെടുത്തിയുള്ള ഇൻഷുറൻസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് IP കെയർ മാത്രം, കിടത്തി ചികിത്സക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. OP കെയറിനില്ല. നമ്മൾ പല കേരളത്തിലായാലും ഇന്ത്യയിലായാലും പഠനങ്ങൾ നടത്തുമ്പോഴും നമ്മൾ ഒരു 1000 രൂപ ചെലവാക്കുവാണെങ്കിൽ ചികിത്സയിൽ ഒരു വീട്ടിൽ നമ്മൾ നോക്കിയാറാം അതിൽ 70% ചെലവാക്കുന്നത് OP കെയറാണ്. OPയിൽ മരുന്ന് വാങ്ങാൻ, ലാബിൽ പോകാൻ, കൺസൾട്ടേഷൻ ഫീ കൊടുത്താണ്. കാരണം 100-ൽ ഒരാൾ മാത്രം 1-2 പേര് മാത്രമേ ഒരു കൊല്ലം അഡ്മിറ്റ് ചെയ്യൂ. പക്ഷേ OP ചികിത്സ നല്ല 100-ൽ 30-40 പേർക്കെങ്കിലും ഒരു കൊല്ലം എന്തെങ്കിലും ചികിത്സ വേണ്ടി വരും. OP കെയറിന് ഇതില്ല. ഡയബറ്റിക്, ഹാർട്ട്, ഹൈപ്പർ ടെൻഷൻ, ഹൃദ്രോഗം, ക്യാൻസർ ഇതുള്ളവർക്ക് OP കെയറിന് ഈ സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട് അത് ഭയങ്കര നമ്മൾക്ക് വലിയ കാര്യമില്ലാണ്ട് നടന്നിരിക്കുകയാണ്. അപ്പൊ പ്രൈവറ്റൈസേഷൻ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ഇതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നമ്മൾ നോക്കിയാൽ കൂടുതൽ ആൾക്കാർ പ്രൈവറ്റ് കെയറിലേക്കാണ് ചികിത്സക്ക് പോകുന്നത്. നമുക്ക് OP കെയർ നോക്കിയാൽ ഇപ്പം അത് സർക്കാരിന്റെ തന്നെ നാഷണൽ NSS സർവേ ഉണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ വളരെ കൃത്യമായിട്ട് നടക്കപ്പെടുന്ന സർവേയാണ്. അതുപ്രകാരം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ 100 പേര് രോഗികളുണ്ടെങ്കിൽ 30 ആൾക്കാരും പോകുന്നത് മാത്രമേ സാധാരണ PSC അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രി, ഗവൺമെന്റ് ആശുപത്രി, മെഡിക്കൽ കോളേജ് പോകുന്നുള്ളൂ. ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടാണെന്നാ പറയുന്നത്. ക്വാളിറ്റി നമുക്ക് വേണ്ടി കിട്ടുന്നില്ല. അപ്പൊ കേരളത്തിൽ നോക്കിയാൽ ഏകദേശം 2000-ന്റെ ആദ്യകാലത്ത് 9ാം പഞ്ചവത്സര കാലത്ത് 25% ആൾക്കാർ PSCകളിലൊക്കെ പോയിട്ട് മരുന്ന് വാങ്ങുന്നുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ കണക്ക് 48% ആൾക്കാർ സർക്കാരിന്റെ സർവീസ് പോകുന്നുണ്ട്. പകുതി അടുത്ത ആൾക്കാർ ഗവൺമെന്റ് സർവീസിലേക്ക് കെയറിന് വേണ്ടി പോകുന്നുണ്ട്. അത് കാണിക്കുന്ന ഇവിടുത്തെ ക്വാളിറ്റിയുടെ ഇമ്പ്രൂവ്മെന്റ് ആണ്. ആ ക്വാളിറ്റി ഇമ്പ്രൂവ്മെന്റ് ഞാൻ ക്രെഡിറ്റ് കൊടുക്കുന്നത് ജനകീയ ആസൂത്രണ പദ്ധതിയിലൂടെ നമ്മുടെ ഫണ്ടുകൾ താഴെത്തട്ടിലേക്ക് പോയപ്പോൾ ജനങ്ങൾ അത് നന്നായിട്ടുണ്ട്, ക്വാളിറ്റി നന്നായിട്ട് കൂടി അതിന് ഓണർഷിപ്പ് വന്നുകൊണ്ടാണെന്നാണ് ഞാൻ വായിച്ചെടുക്കുന്നത്. അപ്പൊ ഈ ഓണർഷിപ്പ് ബാക്കിയുള്ളത്തേക്ക് അങ്ങനെ പോയിട്ടില്ല എന്ന് പറയുന്നത്. ഇനി ഈ അവകാശമാക്കുമ്പോൾ പറയുന്ന ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വെക്കുന്നത് ഒരിക്കലും നമ്മൾ ചികിത്സ നേടാൻ വേണ്ടിയിട്ട് ഒരാൾ കയ്യിൽ നിന്ന് കാശെടുത്ത് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ വീട്ടുകാർ കാശ് പാടില്ല. അത് ഗവൺമെന്റ് ആണ് കൊടുക്കേണ്ടത്. ആ പോയിന്റ് ഓഫ് കെയറിൽ ഒന്നിക്കും നമ്മുടെ ടാക്സ് ആയിട്ട് വാങ്ങിയിട്ട് ഗവൺമെന്റ് അങ്ങോട്ട് അടക്കാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം ആയിട്ട് ഗവൺമെന്റ് നടത്തിയിട്ട് അങ്ങോട്ട് അടക്കാം, അല്ലെങ്കിൽ നേരിട്ട് പൈസ കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകുന്ന മോശമാണെന്ന് പറയുന്നത്. ഇപ്പൊ ലോകത്തിന്റെ കണക്ക്, ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് വെച്ച് നോക്കിയാൽ ലോകത്തിൽ 100 രോഗികളുണ്ടെങ്കിൽ അത് 18 ആൾ മാത്രമേ ഏതെങ്കിലും വിധത്തിൽ അവർ ഈ ചികിത്സാ കേന്ദ്രത്തിൽ പൈസ ചിലവാക്കുന്നു. സ്വന്തം കീശയെന്ന് ബന്ധുക്കളുടെ കീശയിലായിട്ട് ഔട്ട് ഓഫ് പോക്കറ്റ് എന്നാണ് ഇംഗ്ലീഷ് പറയാറ്. അത് ഇന്ത്യയിലെ കണക്ക് നോക്കിയാൽ 100 രോഗികൾ 63 നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 18 63 തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടെന്ന്. 5 ഇരട്ടിയോളം വ്യത്യാസം. ലോകത്തിലാകെ 18 പേര് 100 ആളിൽ അത്രമാത്രം കൊടുക്കേണ്ടി വരുന്നുള്ളൂ. എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഗവൺമെന്റ് ആണ് കൂടുതൽ പൈസ കൊടുക്കുന്നത് ആരോഗ്യത്തിന്. ഇവിടെ അത് 63% ചെലവാക്കുന്നത് ഇവരെ രോഗികൾ സ്വന്തം പോക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ചികിത്സ തേടുന്നവരിൽ
ഏകദേശം പകുതിയിലധികം പേര് ദരിദ്രവൽക്കരിക്കപ്പെടുന്നത്. ആശുപത്രി ചികിത്സ കിട്ടുന്നതിൽ പകുതി പേര് ദരിദ്രവൽക്കരിക്കപ്പെടുന്നതാണ് കേന്ദ്ര ഗവൺമെന്റ് തന്നെ നാഷണൽ സർവീസ് ഓർഗനൈസേഷന്റെ കണക്കുകൾ കാണിക്കുന്നത്. അത് ഏകദേശം 5-6 കോടി ആൾക്കാർ ആശുപത്രി കിടക്കുന്നതുകൊണ്ട് മാത്രം ദരിദ്രവൽക്കരിക്കപ്പെടുന്നതായിട്ടാണ് ഇന്ത്യയുടെ കണക്കുകൾ കാണിക്കുന്നത്. ഇനി വേറൊരു കണക്കുകളുടെ എക്കണോമിക്സ് പറയുന്നത്, ഇത് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് തന്നെയാണ്. ഒരു വീട്ടിൽ നമ്മൾ വാർഷികമായിട്ട് കിട്ടുന്ന വരുമാനത്തിന്റെ 10% നമ്മൾ ചികിത്സയ്ക്ക് വേണ്ട, ആരെങ്കിലും വീട്ടിൽ ഒരു കുടുംബങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാർഷിക വരുമാനത്തിന്റെ അല്ലെങ്കിൽ ഒരു മാസത്തെ വരുമാനം 10-1 ചികിത്സയ്ക്ക് ചെലവാക്കുകയാണെങ്കിൽ ആ കുടുംബം ദാരിദ്ര്യത്തിലേക്ക് പോകുന്നവരാണ്. ഇന്ത്യയിൽ ഏകദേശം 4-1 പേര് അങ്ങനെ ചെലവാക്കുന്നുണ്ടാവും. ചികിത്സ ചെയ്യുന്ന 4-1 പേര് 10% കൂടി ചെലവാക്കുന്നത് ഇന്ത്യൻ ജനതയിൽ. അത് ലോകത്തിലാകെ 10-1 പേരുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കിയാലും നമ്മൾ പിറകിലാണ് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ ചെലവാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള സാമൂഹിക അസമത്വങ്ങൾ ഇതിൻ്റെ അകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇനി വേറെ 1-2 കാര്യങ്ങളും കൂടെ പറയാം. ഇതിനിടയിൽ എനിക്ക് ഓർമ്മ വന്ന ഒരു കാര്യമാണ്. ഇനി ഇന്ത്യയിൽ നമ്മൾക്കൊക്കെ പരീക്ഷ പാസ്സാക്കുന്നത് മാർക്കറ്റാണ് പാസ്സാക്കുന്നത്. ഓരോരുത്തർ ഒരു 10ാം ക്ലാസ് മുതൽ 12ലേക്ക് ഓരോ ക്ലാസ്സിൽ നിന്ന് പാസ്സാക്കുന്നത് 8-9 ആയാലും. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഏകദേശം 2014 തൊട്ടിട്ട് നമ്മൾ ഇതുവരെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം മുമ്പോട്ട് പോയത് 1952 തൊട്ട് മുന്നോട്ട് പഞ്ചവത്സര പദ്ധതികളെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നത്. അപ്പൊ 2014 ശേഷം അങ്ങനെ പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടായിട്ടില്ല. പകരം നീതി ആയോഗ് എന്നൊരു സംഭവമാണുള്ളത്. ഒരു ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു കൺസൾട്ടിങ് ഏജൻസിയുടെ ഒരു നീതി ആയോഗ് സംഭവമാണ്. ഈ നീതി ആയോഗ് ഓരോ വർഷവും സ്റ്റേറ്റുകൾക്ക് ഒരു മാർക്കിടാറുണ്ട്, ആരോഗ്യത്തിന് മാർക്ക് പ്രത്യേകിച്ച്. ഈ വർഷം കഴിഞ്ഞ വർഷം പുറത്തിറക്കിയാൽ നീതി ആയോഗിന്റെ ഒരു സ്കോർ ഉണ്ട്, ആരോഗ്യത്തിന്റെ സ്കോർ കാർഡ്. കേരളത്തിന് സ്കോർ കാർഡ് അതിൽ തമിഴ്നാടിന്റെ 72, നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ദക്ഷിണ UP കിട്ടി, ഉത്തർപ്രദേശ് കിട്ടിയ സ്കോർ കാർഡ് 30ആണ്. അപ്പൊ നിങ്ങൾ വിചാരിച്ചു 30ആണ് അവിടുത്തെ സ്കോർ, നമ്മൾ 80. അപ്പോ 2.5 ഇരട്ടിയോളം നമ്മൾ വ്യത്യാസം ഉണ്ട് എന്റെ സ്കോറിൽ തന്നെ. ഇതുണ്ട് കാണിക്കുന്നത്. ഇനി കുറച്ച് അസമത്വങ്ങൾ കാണിക്കാം. ഇവിടെ ആരോഗ്യം എന്ന് പറയുന്നത് കുറെ മെഷർ ചെയ്യാൻ പറ്റും, ആരോഗ്യത്തിന് നേരിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സയൻസിൽ ഉപയോഗിക്കുന്ന ചില ഇൻഡിക്കേറ്റേഴ്സ്, ചില മാനദണ്ഡങ്ങൾ എന്ന് പറയാം, മാനദണ്ഡങ്ങളാണ്. ഒന്ന് മാനദണ്ഡം എന്ന് പറയുന്നത് ശിശുമരണ നിരക്കാണ്. അത് ശിശുമരണ നിരക്ക് ഒരു സാമൂഹ്യ വികാസത്തിന്റെ, ഒരു സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഇൻഡിക്കേറ്റർ കൂടിയിട്ടാണ് നമ്മൾ പൊതുജനാരോഗ്യത്തിൽ ഉപയോഗിക്കുന്നത്. ശിശുമരണ നിരക്ക് എന്ന് വെച്ചാൽ 1000 കുട്ടികളിൽ എത്ര പേര് മരണപ്പെടുന്നതാണ്. ഒരു വർഷം പ്രസവിച്ച ശേഷം ഒരു കുട്ടിക്ക് 1 വർഷം ആകുന്നതിന് മുമ്പേ 1000 കുട്ടികളിൽ എത്ര പേര് മരണപ്പെടുന്നതാണ്. അതിൽ ഇന്ത്യയിലെ ഒരു അസന്തുലിത പറയാം. ഇന്ത്യയിൽ ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിൽ 14 കുട്ടികൾ മരിക്കുന്ന വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടാണ് ഗ്രാമങ്ങളിൽ കുട്ടികൾ ഇങ്ങനെ മരിക്കുന്നത്? നഗരങ്ങളിൽ മരിക്കുന്നതിനെക്കാട്ടി കുട്ടികൾ ഗ്രാമങ്ങളിൽ ശിശുമരണങ്ങൾ കൂടുതലാണ്. എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു അന്തരം ഉണ്ടാകാൻ പാടില്ല. ഇനി സംസ്ഥാനങ്ങളിലൊക്കെ വന്നാൽ ഇന്ത്യയിൽ ശരാശരി 30 കുട്ടികൾ അവരെ 1ാം പിറന്നാളാകുന്നതിനിടയിൽ മരിച്ചു വീഴുന്നുണ്ട്. ഇപ്പൊ 100 കുട്ടികൾ, 1000 കുട്ടികൾ ജനിക്കുകയാണെങ്കിൽ ഈ വർഷം അവർക്ക് 970 കുട്ടികൾക്ക് 1ാം പിറന്നാൾ ആഘോഷിക്കാൻ പറ്റുന്നുള്ളൂ. അതിനു മുമ്പ് അവർ മരണപ്പെടുന്നുണ്ട്. 30 കുട്ടികൾ മരിക്കുന്നത്. ഇതേ സ്ഥാനത്ത് കേരളത്തിൽ 6 കുട്ടികളെ മരിക്കുന്നുള്ളൂ. അത് മിക്കവാറും ഉണ്ടാകുന്നത് ജന്മനായുള്ള വൈകല്യങ്ങൾ വേറൊന്നും കൊണ്ടുവരും. പുറത്ത് ജീവിച്ചാൽ അവർ ഹാർട്ടിനോ ബ്രെയിനോ കുഴപ്പമില്ല. 6 കുട്ടികൾ മരിക്കുന്നത്. മറ്റേ ഇന്ത്യ ശരാശരി 30 ആണെങ്കിൽ UP ഇപ്പോൾ 41ആണത്. അപ്പൊ 5 ഇരട്ടി, 6-40, 7 ഇരട്ടിയോളം കൂടുതലാണ് കുട്ടികൾ അത് മരിക്കുന്നത്. സാമൂഹിക വികസനത്തിന് അളവ് കൊള്ളില്ല. പിന്നെ ഒന്നുള്ളത് മാതൃമരണ നിരക്കാണ്. മാതൃമരണ നിരക്ക് പറയുന്നത് 1 ലക്ഷം പ്രസവത്തിൽ പ്രസവിക്കുന്ന ഗർഭിണികളിൽ എത്ര അമ്മമാര് മരിക്കുന്നതാണ്. ഇത് കാണിക്കുന്നത്, മാതൃമരണ നിരക്ക് കാണിക്കുന്നത്, ലോകത്തിൽ നമ്മൾ കാണിക്കുന്നത് ആ നാട്ടിലെ പ്രസവ സൗകര്യങ്ങളുടെ ആശുപത്രിയുള്ള ഒരു ഇൻഡിക്കേറ്റർ ആയിട്ടാണ്. ചികിത്സാ സൗകര്യങ്ങളിൽ ആശുപത്രിയിൽ എത്ര കിട്ടുന്നതിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ചികിത്സ കിട്ടാൻ വൈകുന്നേ എത്രമാത്രം ചികിത്സ തേടുന്നത്, ചികിത്സ വേണ്ടത്ര ചികിത്സ കിട്ടുന്നത്, അതിനുള്ള വൈകലിന്റെ ഒരു സൂചനയായിട്ട് പറയുന്നുണ്ട്. വുമൻ സ്റ്റാറ്റസ്, സ്ത്രീ പദവിയുടെ ഇൻഡിക്കേറ്റർ ആയിട്ടാണ് മാതൃമരണ നിരക്ക് പറയുന്നത്. അപ്പം കേരളത്തിൽ ഇപ്പൊ പ്രസന്റ് ആയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് കണക്ക് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. സാമ്പിൾ സർവേ ഓർഗനൈസേഷന്റെ SRS സർവേന്റെ SRSന്റെ റിപ്പോർട്ട് പ്രകാരം, ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം, കേന്ദ്ര ഗവൺമെന്റ് റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 1 ലക്ഷം പ്രസവം വന്നപ്പോൾ 1 ലക്ഷം ഗർഭിണികൾ 19 പേര് മരിക്കുമ്പോൾ അത് ഗുജറാത്തിൽ 70ഉം മധ്യപ്രദേശിൽ 167ആണ്. ആലോചിച്ച് നോക്കൂ. 17ആണ് ഇവിടെയുള്ള 19 പേർ മാത്രമേ മരിക്കാൻ പാടില്ല. 19 പേർ മാത്രം 1 ലക്ഷം പ്രസവത്തിൽ മരിക്കുന്നത്. അത് മധ്യപ്രദേശിൽ എത്തുമ്പോൾ അത് 167ആയിട്ട് കൂടുന്നുണ്ട്. അപ്പൊ അവിടുത്തെ അസൗകര്യങ്ങളാണ് കാണിക്കുന്നത്. ഇനി വേറൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് പറയുന്നത് നമ്മുടെ പോഷകാഹാരക്കുറവാണ്. കുട്ടികളുടെ പോഷകാഹാരക്കുറവ്, മുരടിപ്പിന്റെ കാര്യങ്ങൾക്ക്, വളർച്ച മുരടി സ്റ്റണ്ട് എന്ന് പറയും. അപ്പോ ഇന്ത്യയിൽ നോക്കിയാൽ സാധാരണ ജനവിഭാഗങ്ങളെക്കാട്ടി 1.5 ഇരട്ടി കൂടുതലാണ് ഷെഡ്യൂൾഡ് ട്രൈബിലെ.
എന്തുകൊണ്ട് ഷെഡ്യൂൾ ട്രൈബിലെ കുട്ടികൾ ഇങ്ങനെ വരൾച്ചാ മുരടിപ്പ് ഉണ്ടാകുന്നു? പോഷകാഹാരക്കുറവുണ്ട്. ഇനി ഇത് തന്നെ ഇന്ത്യൻ ശരാശരി 40 കേരളത്തിൽ 25 പോഷകാഹാരക്കുറവ്. കേരളത്തിലുണ്ട് 4 ചെറിയ കുട്ടികൾ, 5 വയസ്സ് താഴെയുള്ള കുട്ടികൾ മുരടിച്ച് പോഷകാഹാരക്കുറവുണ്ടാകുമ്പോൾ ഇന്ത്യയിൽ 40. അത് കുറെ വർഷമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്, അത് കുറക്കാൻ പറ്റുന്നില്ല. അനീമിയയുടെ നിരക്ക് നോക്കിയാൽ തന്നെ, സ്ത്രീകളുടെ അനീമിയയുടെ നിരക്ക് നോക്കിയാൽ ഇന്ത്യയിൽ പകുതി സ്ത്രീകൾ അനീമിയാണ്. കേരളത്തിലത് 4-1. ഈ വിളർച്ചയുടെയും ഈ സ്റ്റണ്ടിങ്, ഈ പോഷകാഹാരക്കുറവിന്റെയും കണക്ക് ശരിയാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ തന്നെയുള്ള കുടുംബാരോഗ്യ സർവേ, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ റിപ്പോർട്ട് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഈ റിപ്പോർട്ട് കുറെ നാൾ ഇത് പുറത്തു വന്നിരുന്നില്ല ഇങ്ങനെയുള്ളത്. ഇത് പുറത്തു വന്നതിന്റെ പേരിൽ അതിന് ഡയറക്ടർ ആയിട്ടുള്ള ജെയിംസിനെ പോപ്പുലേഷൻ പ്രൊജക്ട് NFHSന്റെ അതിന് നേതൃത്വം കൊടുത്ത് അതിന്റെ ഡയറക്ടറെ പുകച്ചു ചാടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് പുറത്താൻ വരാൻ വേണ്ട പാടില്ല. സോഷ്യൽ വെൽഫെയറിന്റെ നമ്മുടെ ബൈറോമീറ്റർ ഓഫ് സോഷ്യൽ വെൽഫെയർ പറയും, സാമൂഹിക വികസനത്തിന്റെ അതിന്റെ വെൽഫെയർ മെഷേഴ്സിന്റെ ഇൻഡിക്കേറ്ററാണ് TB രോഗം. പൊതു ദരിദ്രമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ലോകത്തിൽ TB രോഗം ക്ഷയരോഗത്തിനെ കാണുന്നത്. കേരളത്തിൽ 1,100,000 പേർക്കാണ് TB രോഗം ഉണ്ടായത്. കഴിഞ്ഞ പോലത്തെ കണക്കാണിത്. ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കോവിഡ് കാലത്ത് പരിശോധിച്ചെടുത്ത കണക്കാണ്. 1,00,000 പേര് 100 പേർക്ക് TB രോഗം ഉണ്ടാകുമ്പോൾ ഇന്ത്യയിൽ അത് 300, ഡൽഹിയിൽ 350. അപ്പൊ 3 ഇരട്ടി കൂടുതലാണ് സാമൂഹ്യ സോഷ്യൽ വെൽഫെയറിന്റെ ഇൻഡിക്കേറ്റർ. ഇനി അതുകൂടാതെ അടുത്ത കാലത്ത് വേറൊരു കണക്കിൽ സോഷ്യൽ വെൽഫെയറിന്റെ ഇൻഡിക്കേറ്റർ ആരോഗ്യത്തിന് വെറും മരുന്ന് ഇതും പാടില്ല, കക്കൂസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്, വെള്ളം ആവശ്യമുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോ നമ്മൾ വെളിയുടെ വിസർജന മുക്തി എന്നിട്ട് നമ്മുടെ ODF മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പ് തന്നെ നിർമ്മൽ പുരസ്കാർ അവാർഡ് എനിക്ക് തോന്നുന്നു പിന്നെ 9ാം പഞ്ചവത്സരക്കാരി 10ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് പലതും. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് 2019 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിവസം ഇന്ത്യ കംപ്ലീറ്റ് വെളിയിട വിസർജന മുക്തി ഭാരതമായിട്ട് പ്രഖ്യാപിച്ചത്. പക്ഷെ NFHSന്റെ കണക്ക് വന്നപ്പോൾ നമ്മുടെ 20% വീടുകളിൽ, 100 വീടുണ്ട് 20 വീടുകളിൽ അങ്ങനത്തെ ലാട്രിൻസ് ഇല്ലാന്ന്. കേരളത്തിലല്ല, ഉത്തരേന്ത്യ സ്ഥിതിയിൽ അങ്ങനെയാണ് കണ്ടെത്തിയിട്ടുണ്ടായി. ഇതുകൂടാതെ പ്രതിരോധ ഔഷധങ്ങളുടെ കാര്യം പറയുന്നത്, പ്രതിരോധ ചികിത്സ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പ്രതിരോധ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മുമ്പ് കാലത്ത് നമ്മൾ സ്വയം പര്യാപ്തമായിരുന്നു. നമുക്കുണ്ടാകുന്ന BCG, DPT, മീസസ് നമ്മൾ തന്നെയാണ് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ 2008 തന്നെ അത് അൻപുമണി രാംദാസ്, മൻമോഹൻ സിംഗിന്റെ കാലത്ത് തന്നെ ഇന്ത്യയിൽ നമ്മൾ സ്വയം പര്യാപ്തമായിട്ടും പുറത്തേക്ക് കയറ്റുമതി ചെയ്തിട്ട് BCG ഒക്കെ ഇന്ത്യയിൽ നിന്നാണ് ലോകരാഷ്ട്രങ്ങൾക്ക് കടച്ചു വരിക. ഈ വാക്സിൻസ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടായിരുന്നത്. ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് BCG ഉണ്ടാക്കുന്ന ലോകത്തിലേക്ക് എല്ലാ സ്ഥലത്തേക്കും കയറ്റി വരുന്ന ഗവൺമെന്റിന്റെ സ്ഥാപനമായ BC ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈ ക്ലോസ് ചെയ്തു. പിന്നെ കെസൌഡിയിൽ ഹിമാചൽ പ്രദേശിൽ DPT ഉണ്ടാക്കുന്ന വാക്സിൻസ് ഗവൺമെന്റ് യൂണിറ്റ് ഒക്കെ ക്ലോസ് ചെയ്തു. പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഊട്ടിയിൽ ഉണ്ടാക്കുന്ന വാക്സിൻസ് ഉണ്ടാക്കുന്ന ഇതൊക്കെ ക്ലോസ് ചെയ്ത് ഇതൊക്കെ ചില സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്തിരിക്കുകയാണ്. ഇത് അങ്ങനെ അടച്ചിരിക്കുക. അത് പറഞ്ഞിരിക്കുന്നത് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടെന്ന് മാത്രമാണ്. ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് വെച്ചാൽ ഉയരമില്ല, വീതിയില്ല, ഹൈറ്റ് ഇല്ല എന്നതാണ്. ഇത് അടച്ച സമയത്ത് 2008-9 കാലത്ത് കേരളത്തിൽ ആകെ ഒരു സംഘടന ഇതിനെതിരെ ജില്ലാതല ധർണ നടത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. അപ്പൊ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേരളത്തിൽ ഇറക്കിയ ആ ലഘുലേഖ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വൃന്ദാ കാരാട്ട് എന്ന് പാർലമെന്റിൽ പ്രസംഗിച്ചായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. ഇനി നമുക്ക് മരുന്നിന്റെ കാര്യം നോക്കാം. ക്വാളിറ്റി ഓഫ് കെയർ ആണ് നേരത്തെ പറഞ്ഞത്, ആരോഗ്യത്തിന്റെ നമ്മുടെ അവകാശമായിട്ട്. മരുന്നിന്റെ വില, ഗുണം. ക്വാളിറ്റി ഓഫ് കെയർ ആണ് അവകാശം പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് മരുന്നിന്റെ കാര്യമാണ്. ഒന്ന് മരുന്നിന്റെ വിലയാണ് കാര്യം. ആദ്യത്തെ നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ആൾക്കാർ ചികിത്സിച്ച് ദരിദ്രവൽക്കരിക്കപ്പെടുകയാണ് ലോകത്തിന് പോയിട്ട്. അപ്പൊ മരുന്ന് വില എന്ന് പറഞ്ഞത് ഏകദേശം മുമ്പ് കാലത്തൊക്കെ നമ്മുടെ എസെൻഷ്യൽ ഡ്രഗ് എന്ന് പറഞ്ഞിട്ട് കുറെ ലിസ്റ്റ് 1990 വരെ നല്ല മരുന്നുകൾ, വേണ്ടപ്പെട്ട മരുന്നുകൾ ഗവൺമെന്റ് കൺട്രോൾ ചെയ്ത് നിർത്തിയിരുന്നു. 1993 ആയപ്പോൾ നമ്മൾ LPG എന്ന് പറയും, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഒന്നുകൂടി ആ നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞു. അവസാനം നമ്മൾക്ക് എസെൻഷ്യൽ വേണ്ട മരുന്നുകൾ, TBയുടെ മരുന്നോ അല്ലെങ്കിൽ പ്ലേഗ് വന്നാൽ കിട്ടുന്ന മരുന്നൊന്നും 2000 കിട്ടാതായപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഓൾ ഇന്ത്യ ഡ്രഗ് ആക്ഷൻ നെറ്റ്വർക്ക്, അതുപോലത്തെ ചില സംഘടനകളുണ്ട്, ജനസ്വാസ്ഥ്യ അഭിയാൻ, ഇതുപോലത്തെ ചില സംഘടനകൾ ചേർന്നിട്ട് സുപ്രീം കോടതി കേസ് കൊടുത്തു. കാരണം ജനങ്ങൾക്ക് മരുന്ന് കിട്ടുന്നില്ല, വേണ്ട അത് നിയന്ത്രിക്കാൻ നടപടിയെടുക്കണം. അപ്പൊ സുപ്രീം കോടതി വിധി വന്നതിന്റെ പേരിൽ 2010-11 അതിന്റെ വിധി വന്നത്. നാഷണൽ പ്രൈസ് കൺട്രോൾ അതോറിറ്റി ഉണ്ടാക്കിയിട്ട് സുപ്രീം കോടതി നിർദ്ദേശം കൊടുത്തു മരുന്ന് വില നിയന്ത്രിക്കണമെന്ന്. ആ പേരിന്റെ കൊണ്ട് മാത്രം 2013 വില നിയന്ത്രിക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രൈസ് കൺട്രോൾ ഓർഡർ ഉണ്ടാക്കി, നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസ് കൺട്രോൾ ഓർഡർ ഉണ്ടാക്കി. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ
ആ പ്രൈസ് കൺട്രോൾ ഓർഡർ മുമ്പ് കാലത്ത് നമുക്ക് വില സ്റ്റേബിൾ ആയിരുന്നു എസൻഷ്യൽ ഡ്രഗിന്റെ അസമേഷ മരുന്നുകളുടെ അതിന്റെ ഉൽപാദന ചെലവ് നോക്കിയിട്ടാണ് മരുന്നിന്റെ വില നിശ്ചയിക്കുന്നത്. അതിന് കൂട്ടാൻ പറ്റില്ല. അതിനൊരു 16% ലാഭെടുത്ത് അങ്ങനെയായിരുന്നു. ദാറ്റ് ഈസ് കോൾഡ് പ്രൊഡക്റ്റ് ബേസ്ഡ് പ്രൈസിങ് ആയിരുന്നു അത്, ഉൽപാദന ചെലവ് നോക്കിയിട്ട്. അപ്പോൾ അതിന്റെ അസംസ്കൃത വസ്തുക്കളൊക്കെ കേന്ദ്ര ഗവൺമെന്റ് ഇറക്കുമതി ചെയ്തുകൊണ്ട് സബ്സിഡി ആയിട്ട് കൊടുത്തിരുന്നു. അങ്ങനെയാണ് വില നിയന്ത്രിച്ച് നിർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വില കുറവായതുകൊണ്ട് ഇന്ത്യയെ ബാക്കി തേർഡ് വേൾഡ് കൺട്രീസിന്റെ ഫാർമസി എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്നു. വില കുറച്ച എല്ലാ രാജ്യങ്ങളിലും, ആഫ്രിക്കൻ രാജ്യങ്ങളിലും യൂറോപ്പിലൊക്കെ വില കുറച്ച മരുന്ന് കിട്ടുന്ന സ്ഥലമായിരുന്നു ഇന്ത്യ. പക്ഷേ ഇപ്പോഴുണ്ടാക്കിയ 2013-14 ഉണ്ടാക്കിയ ഈ വില നിയന്ത്രണം, മരുന്നിന്റെ വില നിയന്ത്രിക്കാനുള്ള ഈ നിയമപ്രകാരം മാർക്കറ്റ് ബേസ്ഡ് ആണ് പ്രൈസിങ് പറയുന്നത്. മാർക്കറ്റ് ബേസ് വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഏറ്റവും വലിയ ബ്രാൻഡ് മരുന്നിന്റെ ആ വിലയുടെ ആവറേജ് എടുത്തിട്ട് അതിന്റെ വിലയായിട്ടിരിക്കുന്നത്. നമുക്കറിയാം മാർക്കറ്റിൽ കിട്ടുന്ന വലിയ കമ്പനിയുടെ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന മരുന്നിന് കൂടുതൽ വിലയുള്ളതായിരിക്കും. അതിന്റെ ആവറേജ് ഇട്ട് അതിലാണ് വില കിട്ടിയിരിക്കുന്നത്. അത് ഒരിക്കലും ഒരു നിയന്ത്രിക്കാനുള്ള സാധാരണക്കാരെ സഹായിക്കുന്ന വിലയല്ല. അതുകൂടാതെ ഇത്തവണ ഒരു വേറൊരു കാര്യം കൂടെ വെച്ചു. ശരിക്കും പറഞ്ഞാല് ജനറൽ പ്രൈസ് ഇൻഡെക്സ്. അപ്പൊ പിന്നെ നമ്മുടെ മാർക്കറ്റിൽ ബാക്കിയുള്ള മാർക്കറ്റിൽ ജനറൽ പ്രൈസ് ഇൻഡെക്സ് കൂടുന്നതനുസരിച്ചിട്ട് ഓരോ കൊല്ലം ഏപ്രിൽ മെയ് മാസത്തിൽ മരുന്നിന്റെ വില കൂട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ഓരോ മാസം ഇപ്പൊ ഡയബറ്റീസിന്റെയും പ്രശ്നത്തിന്റെയും സ്ഥിരം മരുന്ന് കഴിക്കുന്ന ആളാണ് നമ്മുടെ നാട്ടിൽ അധികം ആളുള്ളത്, ഈ പല ആളുള്ളത്. നമ്മൾക്കറിയാം ഓരോ കൊല്ലം മെയ് മാസം ആകുമ്പോൾ മരുന്നിന്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്ഥിരമായിട്ട് മരുന്നിന്റെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കാനാണ് സാധ്യതയുള്ളത്. അതുകൂടാതെ എസൻഷ്യൽ ഡ്രഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യ മരുന്നുകളുടെ ലിസ്റ്റ് വളരെ കുറച്ചേ ഉള്ളൂ. ചെറിയ ശതമാനം മരുന്നുകൾ മാത്രമേ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതിന് എസ്കേപ്പ് റൂട്ടുകൾ പലതുമുണ്ട്. പല വിധത്തിൽ ഡോസ് മാറ്റിയിട്ടും കോമ്പിനേഷൻ ഉണ്ടാക്കിയിട്ടും മാറാനുള്ള ലൂപ്പ് കോഡ്സിലൂടെയാണ് മരുന്ന് വില നിയന്ത്രണം ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന് വലിയ കാര്യം സാധാരണക്കാർക്ക് ഉണ്ടായിട്ടില്ല. മരുന്ന് വില ഇനി കൂടിക്കൊണ്ട് നിൽക്കും. അതൊന്ന്. ഇനി മരുന്ന് ക്വാളിറ്റിനെ കുറിച്ച് പറയാം. മരുന്നിന്റെ ഗുണനിലവാരം നമുക്കറിയാം. ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞ ഈ ഒരു വർഷത്തിനിടയിൽ ഗാംബിയയിലേക്ക് പല കഫ് സിറപ്പ് അയച്ചിട്ട് അതിന്റെ കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഇവിടുത്തെ ഇതിനെ നിയന്ത്രിക്കുന്ന ഏജൻസി ഈ മരുന്ന് കമ്പനികളെ രക്ഷിക്കുക ചെയ്തത്. ക്വാളിറ്റി കുറഞ്ഞ് അവരെ രക്ഷിച്ചു, ഇവിടുത്തെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. ഇനി മരുന്ന് ക്വാളിറ്റിയെ കുറിച്ച് പറയണ്ടെങ്കിൽ നമ്മുടെ മരുന്നിന്റെ ക്വാളിറ്റി നിയന്ത്രിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ആണ് മിക്കവാറും, മാനുഫാക്ചർ ലൈസൻസ് ഒക്കെയുള്ള. അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇലക്ട്രൽ ബോണ്ട് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഡിസ്കസ് ചെയ്തതിൽ കുറെ മരുന്ന് കമ്പനികളാണ് ഇതിന്റെ ഇലക്ട്രൽ ബോണ്ട്. എന്താണ് മരുന്ന് ഉൽപാദന കമ്പനികൾക്കും രാഷ്ട്രീയ ഭരിക്കുന്ന കക്ഷിയായിട്ട് ബന്ധം എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇനി അതിന്റെ കാര്യം പറയാം. പൂനംവാല 51 ഏറ്റവും കൂടുതൽ ഒരു എമൗണ്ട് കൊടുത്ത പൂനംവാലയാണ് സീറം ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മളെ പല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സർക്കാർ ഉൽപാദന കേന്ദ്രങ്ങൾ കൂട്ടിയിട്ട് ആ വാക്സിൻസ് കംപ്ലീറ്റ് ഉൽപാദനം ഈ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലത്തെ കമ്പനിക്ക് കൊടുത്തിരിക്കുകയാണ്. ഒന്ന്. രണ്ടാമത് വേറൊന്നുണ്ടായത്, നിങ്ങൾ 2 വാക്സിനാണ് നമ്മൾ കാര്യമായിട്ട് ഇന്ത്യയിൽ കൊടുത്തത്. ഒന്ന് കോവിഷീൽഡ്, രണ്ടാമത് കോവാക്സിൻ. ഈ കോവാക്സിൻ എന്ന് പറയുന്നത് ഭാരത് ബയോടെക് അത് ഉൽപ്പാദിപ്പിച്ച് ഉയർന്ന വിലക്കാണ് ഗവൺമെന്റിന്റെ വാങ്ങിയിട്ട് നമ്മൾക്ക് തന്നിട്ടുള്ളത്. ശരിക്കും കോവാക്സിൻ എന്നതിന് കണ്ടുപിടിച്ചത് നമ്മുടെ തന്നെ രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരായിരുന്നു, ICMR ശാസ്ത്രജ്ഞന്മാരായിരുന്നു. അതിന്റെ വിത്തുകോശം അല്ലെങ്കിൽ സീഡ് വൈറസിനെ കണ്ടുപിടിച്ചിട്ട് അത് സ്വകാര്യ കമ്പനിക്ക് കൊടുക്കുകയായിരുന്നു. അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ അതിന്റെ വിതരണാവകാശ ഉത്പാദനമൊക്കെ കിട്ടുമായിരുന്നു. അത് നഷ്ടപ്പെട്ടു. ഇനി ഈ ഇലക്ട്രൽ ബോണ്ടിലേക്ക് തിരിച്ചു വരാം. ഇലക്ട്രൽ ബോണ്ടിൽ നമ്മൾ അത് കൊടുത്തിരിക്കുന്ന കണക്ക് നോക്കും. റെഡ്ഡീസ് ലാബ് ഉണ്ട്. റെഡ്ഡീസ് ലാബ് നവംബർ 13 അവിടെ നവംബർ 17 പൈസ കൊടുത്തിട്ടുള്ളത് BJPക്ക്. നവംബർ 17 കൊടുത്തപ്പോൾ നവംബർ 13 കൃത്യമായിട്ട് 4 ദിവസം മുമ്പ് റെഡ്ഡീസ് ലാബിൽ IT റെയ്ഡ് നടന്നിട്ടുണ്ട്. IT റെയ്ഡ് നടന്നിട്ട് 4 ദിവസം കഴിയുമ്പോഴാണ് ഇലക്ട്രൽ ബോണ്ടിൽ പൈസ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ ടോറന്റ് എന്നൊരു കമ്പനി കൊടുത്തിട്ടുണ്ട്. ജനുവരി 13 78 കോടി കൊടുത്തപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉടനെ നോക്കിയപ്പോൾ അതിന്റെ തന്നെ ഒരു ബ്രാഞ്ചായ വേറൊരു പ്രധാനമന്ത്രി കുസും പദ്ധതിയിൽ അതിന്റെ കോൺട്രാക്ട് കിട്ടിയിരിക്കുന്നത് ടോറന്റിനാണ്. പിന്നെ അരവിന്ദ് ഫാർമയുടെ കാലം 52 കോടിയാണ് കൊടുത്തിട്ടുള്ളത്. അരവിന്ദ് ഫാർമയും അരവിന്ദ് കെജ്രിവാളുമായിട്ടുള്ള മധ്യ കേസിൽ ആ മധ്യ കേസിന്റെ അതേ ഉടമയാണ് അരവിന്ദ് ഫാർമ നടത്തുന്നത്. അതുകൂടെ ഇൻഡാസ്, സിപ്ല, പിരമിഡ് ഫാർമ കുറെ എണ്ണം ഇങ്ങനെ പൈസ കൊടുത്ത് കംപ്ലീറ്റ് പല ഗുണനിലവാര പരിശോധനകൾ ഗുണമില്ലാത്തതുകൊണ്ട് അന്വേഷണം നേടുന്ന കമ്പനികളാണ് പലതും കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. ഇനി നമ്മൾക്ക് ഹെൽത്ത് ഫിനാൻസിലേക്ക് പോവാം. ഇത് ആരോഗ്യം അവകാശമാക്കുന്നത് കൂടിയിട്ട് ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെടുന്നത്, നമ്മളോട് രാഷ്ട്രീയ കക്ഷികളോട് ആവശ്യപ്പെടേണ്ടത്. ഇനി രാഷ്ട്രീയ കക്ഷികൾ അവരുടെ ഭരണത്തിൽ അവരോട് ജനപ്രതിനിധികളോട് മന്ത്രിമാരോട് പറയേണ്ടത് ആരോഗ്യത്തിന് കൂടുതൽ ഫണ്ട് അനുവദിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ അവകാശമാക്കുമ്പോൾ മിനിമം നമ്മുടെ GDPയുടെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3.3% ആരോഗ്യത്തിന് നീക്കി വെക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്.
ആഭ്യന്തര ഉത്പാദനം 3.3%. ഇന്ത്യയിൽ 1993 തൊട്ട് ഇതുവരെയുള്ള ചരിത്രത്തിൽ 1.2% 1.1% മാത്രമാണ് GDP ആരോഗ്യത്തിന് നീക്കിവെക്കുന്നത്. ഇതിന്റെ എത്രയോ ഇരട്ടിയാണ്, 5, 6 അല്ല 10 ഇരട്ടിയൊക്കെയാണ് നമ്മൾ വാറിന് വേണ്ടി, യുദ്ധത്തിന് വേണ്ടി, ആക്രമണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ആവശ്യപ്പെടേണ്ടത് ഇത് ഒരു 3 ഇരട്ടിയെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇത് കൊടുക്കാൻ പറ്റും. ഇതിനുള്ളൊരു കരട് രേഖ കോമൺ മിനിമം പ്രോഗ്രാം ആയിട്ട് 2005 മൻമോഹൻ സിംഗ്, ബാക്കി ഇടതുപക്ഷ കക്ഷികൾ, ബാക്കിയുള്ള എല്ലാവരും കൂടി ഒരു മിനിമം അഗ്രിമെന്റിൽ കോമൺ മിനിമം പ്രോഗ്രാം എന്നിട്ട് പരിപാടി ഉണ്ടാക്കിയിരുന്നു 2005. അതിന്റെ ഫലമായിട്ടാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ പദ്ധതി ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ദേശീയ ആരോഗ്യ ഗ്രാമീണ പദ്ധതി വിഭാവനം ചെയ്ത സമയത്ത് നമ്മൾ പിന്നെ അത് 2008 ആകുമ്പോൾ 2.5 GDP കൂട്ടണം എന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. അതൊന്നും നടന്നില്ല. അപ്പോ ഇതിനും ചില രാജ്യങ്ങൾ വേണ്ട നടപടി എടുത്തിട്ടുണ്ട്. നമ്മളെ പോലത്തുള്ള രാജ്യങ്ങൾ, വികസന രാജ്യങ്ങളായ ബ്രസീൽ, ഈജിപ്റ്റ്, കൊളംബിയ, ഇക്വഡോർ, ലാറ്റിൻ അമേരിക്ക, ഇക്വഡോർ, കൊളംബിയ, ബ്രസീലൊക്കെ അവിടുത്തെ പാർലമെന്റ് പാസ്സാക്കി വെച്ചിട്ടുണ്ട് 3 to 4% GDP ആരോഗ്യത്തിന് അനുവദിക്കണം. അപ്പോൾ നമ്മൾക്കും അത് ഡിമാൻഡ് ചെയ്യാം. നമ്മൾക്ക് കൂടുതൽ ആരാണോ ആരോഗ്യത്തിന് മുൻഗണന കൊടുക്കുന്നത് അവർക്ക് നമ്മൾ വോട്ട് ചെയ്യുമെന്ന് നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കണം. ഇനി ആരോഗ്യ ബജറ്റിലേക്ക് പോവാം. നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള കൂടുതൽ കേന്ദ്ര ഗവൺമെന്റ് ബജറ്റിനെ ഒന്ന് വിശകലനം ചെയ്താൽ നമ്മൾക്കൊന്ന് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ. അപ്പൊ ആരോഗ്യ ബജറ്റ് 2022 ബജറ്റിൽ 86,000 കോടിയാണ് ആരോഗ്യത്തിന് നീക്കിവെച്ചത്. അത് കഴിഞ്ഞ ലേറ്റസ്റ്റ് 79,000 കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾക്കറിയാം, നമുക്ക് ഇൻഫ്ലേഷൻ, നാണയപ്പെരുപ്പം കൂടുന്നുണ്ട്, ഓരോ വർഷം കൂടുവാണ്. അതിനനുസരിച്ചിട്ട് ഒരു 7% ബജറ്റ് തുക വെക്കണം. പക്ഷെ ആരോഗ്യത്തിനുള്ള നീക്കിയിരിപ്പ് കുറഞ്ഞിട്ടാണുള്ളത്. 76,000-79,000 കോടിയായിട്ട് കുറഞ്ഞിട്ടാണുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും വലുത് നമ്മുടെ അമ്മമാർക്കുള്ള പരിപാടി മാതൃബന്ധന യോജനക്ക് 26,000 കോടിയായിരുന്നു. 26,200 കഴിഞ്ഞ വർഷം 22 കഴിഞ്ഞ സാമ്പത്തിക വർഷം കൊടുത്തത്. ഈ വർഷത്തെ കഴിഞ്ഞ നിർമ്മലാ സീതാറാമന്റെ ബജറ്റിൽ അത് 1000 കോടിയോളം കുറഞ്ഞിട്ടാണുള്ളത്. ICDS നമ്മളെ അംഗൻവാടി പരിപാടികൾക്ക് അത് കുറവാണുള്ളത്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പൈസ 89,000 കോടിയിൽ നിന്ന് ഏകദേശം 90,000 കോടി 60,000 കോടി. നമുക്കറിയാം ദാരിദ്ര്യ നിർമ്മാണത്തിൽ വളരെ പങ്ക് വഹിക്കുന്നതാണ്. മിഡ് ഡേ മീൽ ഉണ്ടല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ കുട്ടികൾക്കുള്ള പോഷകാഹാര പരിപാടിയാണ് കുട്ടികൾക്ക് സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി. അത് 13,000 കോടിയിൽ നിന്ന് 11,000 കോടിയായിട്ട് കുറഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഇതുള്ള ഏറ്റവും വലിയ പരിഷ്കാരങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് കുറയുന്ന സമയത്ത് നമുക്ക് ആരോഗ്യ അവകാശം നമ്മുടെ വളരെ വിദൂരമായ ഒരു സ്വപ്നമായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി ഗവൺമെന്റിന്റെ കണക്കൊക്കെ, ഏത് ഗവൺമെന്റ് എങ്ങനെയാണ് കൂടുതൽ, ഏതാണ് ഇത്ര ആരോഗ്യത്തെ ചെലവാക്കുന്നുള്ളത്. ഇന്ത്യയിൽ ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ വർഷം പ്രതിശീർഷം ഒരു പെർ ക്യാപിറ്റ നമ്മളെ ആകെ ചെലവാക്കുന്ന എണ്ണത്തിന്റെ ഇന്ത്യയിലെ ജനങ്ങളുടെ എടുത്തോണ്ട് വെച്ചാൽ ഗവൺമെന്റ് ചെലവാക്കുന്ന പൊതുമേഖല ആരോഗ്യത്തിന് വെക്കുന്ന 1,815 രൂപയാണ്. കേരളത്തിലെ സർക്കാർ, ഇപ്പോഴുള്ള സർക്കാർ കഴിഞ്ഞ വർഷത്തെ ഈ കണക്കെടുത്ത് നോക്കിയാൽ ആകെ ആരോഗ്യത്തിന് ചെലവാക്കിയത്, പൊതു ഖജനാവിൽ നിന്ന് ചെലവാക്കിയത് 2,479 രൂപയാണ്. അപ്പൊ കേന്ദ്രം 1,815, കേരള സർക്കാർ 2,479. സാധാരണ ഇന്ത്യൻ ഭരണഘടന പ്രകാരം 60:40 വരേണ്ടത്. പക്ഷെ അങ്ങനെയല്ല ഉണ്ടാകുന്നത്. കേരളത്തിലാണ് കൂടുതലായിട്ട് ചെലവായിട്ട് കാണുന്നത്. ഇനി ഞാൻ ഇത്രയേറെ പറഞ്ഞത് ആരോഗ്യം, ചികിത്സയും, ആശുപത്രിയും, മരുന്നുകളെ കുറിച്ചാണ്. ഇത് അവകാശമാക്കുമ്പോൾ നമുക്ക് കുറെ ആരോഗ്യത്തിന് നിയന്ത്രിക്കുന്നത്, ആരോഗ്യം തനിയെ ഉണ്ടാകുന്നില്ല, കുറെ ആരോഗ്യത്തിന് നിയന്ത്രിക്കുന്ന സാമൂഹിക ഘടകങ്ങളുണ്ട്, നമ്മുടെ പരിസരങ്ങളുണ്ട്, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ഇൻഫർമേഷൻ ഉണ്ട്, ആരോഗ്യം ജീവിക്കാനുള്ള ഇൻഫർമേഷൻ കൊടുക്കല് അത് അവകാശമാണ്. കുടിവെള്ളം, സേഫ് ഡ്രിങ്കിങ് വാട്ടർ അവകാശമാക്കേണ്ടതുണ്ട്. ക്ലീൻ എയർ പൊല്യൂഷൻ കുറക്കേണ്ടതുണ്ട്. ഗുഡ് ന്യൂട്രീഷൻ വേണ്ടതുണ്ട്. തൊഴിൽ കൊടുക്കേണ്ടതുണ്ട്. തൊഴിൽ പരിസരങ്ങൾ നോക്കേണ്ടതുണ്ട്. പിന്നെ അതുകൂടാതെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാൻ പാടില്ല. ജെൻഡർ പരമായിട്ടോ, ലിംഗപരമായിട്ടോ, വംശീയപരമായിട്ടോ, ഡിസബിലിറ്റി കൊണ്ടോ അല്ലെങ്കിൽ വികലാംഗർക്കോ സെക്സ് ഓറിയന്റേഷൻ കൊണ്ടോ അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ലാത്തതാണ് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ അവിടെ ആരോഗ്യം ശരിക്കും ഉണ്ടാവില്ല. ഇനി എന്തൊക്കെ അവകാശങ്ങൾ നമ്മൾ ഇന്ത്യയിൽ ആക്കിയിട്ട് നോക്കാം. എങ്ങനെയാണ് ചില അവകാശങ്ങൾ കിട്ടിയോണ്ട് നമ്മൾ നേട്ടം ഉണ്ടാക്കിയെന്നുള്ള ഒരു റൈറ്റ് ടു എഡ്യൂക്കേഷൻ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് 2010 ഏപ്രിൽ 1 2010. റൈറ്റ് ടു എഡ്യൂക്കേഷൻ നടപ്പിലാക്കിയത് കൊണ്ടാണ് എല്ലാ സംസ്ഥാനത്തും അറ്റ്ലീസ്റ്റ് പ്രാഥമിക വിദ്യാഭ്യാസം 14 വയസ്സുള്ള കുട്ടികൾക്ക് നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കാൻ നമുക്ക് റൈറ്റ് ആയിട്ട് ചോദിക്കണം. അതുപോലെ റൈറ്റ് ടു ഇൻഫർമേഷൻ നടപ്പിലാക്കിയത് കൊണ്ടാണ് 2005 ജനുവരി 5 നടപ്പിലാക്കിയത് കൊണ്ടാണ് നമ്മൾക്ക് പബ്ലിക് ഡൊമൈനുള്ള വിവരങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഗവൺമെന്റ് പല ആരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഡിപ്പാർട്ട്മെന്റുകളുടെയും അതിന്റെ എന്താണ് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നത് ഇൻഫർമേഷൻ തന്നെ.
റൈറ്റ് ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 നടപ്പിലാക്കിയതുകൊണ്ടാണ് നമ്മൾക്ക് 2 രൂപക്ക് റേഷൻ അരി കിട്ടുന്നത്. അപ്പൊ പലതും അതുപോലെ തന്നെ നമ്മൾക്ക് ഒന്ന് പറയുന്നത് തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കാനാണ് തൊഴിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ വേറൊന്ന് പറയുന്നത് ആരോഗ്യത്തിന്റെ പാർട്ടിസിപ്പേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആണ്. നമ്മുടെ ആരോഗ്യത്തിൽ നമ്മൾ തീരുമാനം എടുക്കുന്നതിൽ നമുക്ക് പാർട്ടിസിപ്പേഷൻ റൈറ്റ് ഉണ്ടായിരിക്കണം ജനങ്ങൾക്ക്. അത് തന്നെയാണ് കേരളത്തിലെ ഡീസെൻട്രലൈസ്ഡ് പാർട്ടിസിപ്പേഷനിലൂടെ ആദ്യമായിട്ട് നടപ്പാക്കിയത്. ഇപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് വികേന്ദ്രീക ആസൂത്രണം നടപ്പിലാക്കിയിട്ട് പിന്നെ നമ്മുടെ ക്ഷേമ മേഖലകളിൽ പ്രത്യേകിച്ച് ആരോഗ്യം വിദ്യാഭ്യാസത്തിലൊക്കെ 1/3 ഫണ്ട് കൊടുത്തിട്ട് അത് ഏറ്റവും താഴെത്തട്ടിലായിട്ട് പ്രായോഗികമായിട്ട് നിങ്ങൾ ഓരോരുത്തരും അതിൽ പങ്കെടുത്തിട്ടുണ്ടാവും. ഗ്രാമസഭയിലും ഇതൊക്കെ നടപ്പിലാക്കിയ സംസ്ഥാനമാണ്. ആ ഒരു റൈറ്റ് നമ്മൾ നടപ്പിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആരോഗ്യത്തിന് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ സാമൂഹിക നിർണ്ണയ ഘടകങ്ങളാണ്. പിന്നെ ഒന്ന് നമ്മൾ നിർണ്ണയിക്കുന്നത് കുറെ കമേഴ്ഷ്യൽ ഡിറ്റർമിനൻസ് ഉണ്ട്. നമ്മൾ നിർണ്ണയിക്കുന്നത് നമ്മളിപ്പോ ഒരു വ്യക്തി നിർണ്ണയിക്കുന്നത് വ്യക്തി വ്യവസ്ഥയാണ്. ശരിക്കും വ്യക്തി ആരായിത്തീരണം എന്നുള്ളത്, നമ്മൾ ആരായിത്തീരണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ നമ്മളല്ല ഇപ്പൊ ചിരിക്കുന്നത്. പല പുറത്തുള്ള കുറെ ഘടകങ്ങളുണ്ട്. അപ്പോ ആ ഘടകങ്ങളെ നമ്മളൊന്ന് കൺട്രോളിലെടുക്കണം. ആരാണ് നിയന്ത്രിക്കുന്ന പല കാര്യത്തിലുള്ള? നമ്മൾ ജനങ്ങളാണോ അല്ലെ രാഷ്ട്രീയക്കാരാണോ? അല്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ നോക്കിയാൽ ജീവിതശൈലി രോഗങ്ങളുണ്ട് പലപ്പോഴും. അപ്പൊ ജീവിതശൈലി രോഗങ്ങൾ എന്തുകൊണ്ടാണ് കൂടി വരുന്നത്? നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ പലപ്പോഴും നമ്മൾ വേറെ പരസ്യങ്ങളിലൊക്കെയാണ്, പരസ്യങ്ങളിലൂടെ അല്ല മാർക്കറ്റാണ് നിശ്ചയിക്കുന്നത് നിങ്ങൾ എന്ത് കഴിക്കണം എന്നുള്ളത്. അപ്പോ ഈ ആയിത്തീർന്ന ചില വ്യവസ്ഥകളുണ്ട്. ആയിത്തീർന്ന വ്യവസ്ഥകൾ മാറ്റാൻ കൂടെ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. പരസ്യങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. ആവശ്യമില്ലാത്ത പരസ്യങ്ങളാണ് ചിലതുണ്ടാകുന്നത്. ലോകത്തിലൊട്ടാകെ പറയുന്നത് റിസ്ക് കമ്മ്യൂണിറ്റി എന്ന് പറയും. കൊക്കക്കോള അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ്, ഈ മെക്കഡോണൾഡിന് ശേഷം ഇതുപോലുള്ള വന്നുകൂടിയിട്ടാണ് നമ്മുടെ ഡയബറ്റിസ് ഇതൊക്കെ കൂടിയത്. കൊക്കക്കോളയുടെ ഇത് പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ഇത് ഒരു ശതമാനം കൂടുമ്പോൾ 0.6% അവിടെ പിന്നെ ഡയബറ്റിസ് ഉണ്ടാകുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള കേപ്പബിലിറ്റിയും കൂടെ നമ്മളെ ജനങ്ങൾക്കും സർക്കാരിനും ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ അടുത്ത കാലത്ത് ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് പറയുന്നത് ഇപ്പൊ ജനങ്ങൾക്ക് ഈ ഇതുപോലത്തെ ഇപ്പൊ സാധനങ്ങൾ, പാക്കറ്റ് സാധനങ്ങൾ, പ്രോസസ്ഡ് ഫുഡാണ് വാങ്ങുന്നത് ആൾക്കാർ. അപ്പൊ അവർക്ക് അറിയുന്നില്ല പല സാധനങ്ങളും എന്താണെന്നുള്ള കാര്യത്തിൽ. എത്ര ഷുഗർ ഉണ്ട്, കൊഴുപ്പ് കൂടുതൽ, ട്രാൻസ്ഫാറ്റ്, ഉപ്പ് കൂടുതലുണ്ട്. അതുകൊണ്ട് സർക്കാരുകൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ അതിന് പുറത്ത് ആൾക്കാർക്ക് മനസ്സിലാകുന്ന പിക്ചോറിയൽ ലാബിലെ വെക്കണം. നമ്മൾ സിഗരറ്റ് പാക്കറ്റിന്റെ പുറത്ത് ക്യാൻസറിന്റെ ഇത്രയും തലയോടൊക്കെ വെച്ചിട്ടുണ്ട്, ക്യാൻസറിനെ കുറിച്ചുള്ള ചിത്രങ്ങൾ. അതുപോലെ ചിത്രങ്ങളോ എന്തെങ്കിലും വെച്ചിട്ട് ജനങ്ങളെ അത് സെലക്ട് ചെയ്യാൻ അവരുടെ കേപ്പബിലിറ്റി അടക്കണം, ഉള്ളവരെ ഒഴിവാക്കാൻ പഠിക്കണം എന്നുള്ളത്. പക്ഷേ കേന്ദ്ര ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ കഴിഞ്ഞ കൊല്ലം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ചിത്രങ്ങളൊന്നും വെക്കാൻ കൂട്ടാക്കാതെ ഒരു സ്റ്റാർ ഇട്ടു. അതുകൊണ്ട് ഉപ്പ് എത്ര കൂടുതലാണോ അതിൽ എത്ര ട്രാൻസ്ഫാറ്റ് ഉണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ തെറ്റായ ഇതിലൂടെ ആ വ്യാപാരത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ പരസ്യത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോഴാണ് എന്നെ ഓർമ്മ വരുന്നത്. ഇപ്പൊ അടുത്ത കാലത്ത് നമുക്ക് സന്തോഷകരമായ ഒരു കാര്യം നടന്നിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ എല്ലാവരും അതിനെ കുറിച്ചിട്ട് വളരെ സന്തോഷിക്കുന്ന കാര്യമാണ്. അശാസ്ത്രക്കെതിരെയായിട്ട് ഇന്ത്യയിൽ കുറെ നാളെ അശാസ്ത്രീയ പ്രചരണങ്ങളുടെ പല മരുന്നുകളും വിപണിയിലുണ്ട്. മാതൃഭൂമിയായാലും മനോരമ, ഹിന്ദു പത്രം, ഇസ്പസ്തറായാലും ഒരു ഫുൾ പേജ് പരസ്യം ഒരു മഹാന്റെ പരസ്യത്തിലൂടെ, പതാഞ്ജലിയുടെ പരസ്യത്തിലൂടെ വരുന്നുണ്ട്. ഡയബറ്റിക് ഇത് കഴിക്കേണ്ട ആവശ്യമില്ല, പ്രഷറിന്റെ മരുന്നുകൾ കഴിച്ച രോഗിയാണോ ഇത് കഴിക്കുമെന്നുണ്ട്. ഇങ്ങനെ കഴിക്കുന്ന തെറ്റായ കോവിഡ് കാലത്ത് അദ്ദേഹം പറഞ്ഞത് കോവിഡിന് ഫുൾ ചികിത്സ ചെയ്യുന്നതിന് പരസ്യം കൊടുത്തത് ഒരു നടപടി എടുത്തില്ല. അപ്പോ അതുപോലുള്ള പരസ്യത്തിന് എതിരായിട്ട് കൺട്രോൾ എടുക്കാൻ വേണ്ടി അയാൾ സുപ്രീം കോടതിയിൽ കേസ് പല ഇതുപോലുള്ള ജനകീയ സംഘടനകൾ അതിന്റെ പിറകിൽ നമ്മുടെ സുഹൃത്തായ ഡോക്ടർ ബാബു കെ വി എന്നൊരു സുഹൃത്തുണ്ട് പയ്യന്നൂരിലെ. അദ്ദേഹം റൈറ്റ് ടു ഇൻഫർമേഷൻ കൊടുത്തിട്ട് പല സ്ഥലത്തും പോയിട്ടാണ് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ഉണ്ടാക്കിയ ഒരു മുന്നോടിയായിട്ട് കൊടുത്തത്. അപ്പൊ അദ്ദേഹത്തെ സുപ്രീം കോടതി വിളിച്ച് മാപ്പ് പറഞ്ഞിട്ട് ഈ പരസ്യങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ സാധനങ്ങൾ കൂടെ അവന് അവകാശമുള്ള ഒരു സൊസൈറ്റിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാം. ഞാൻ ന്യൂട്രീഷന്റെ കാര്യം പറഞ്ഞു. ഈ യൂറോപ്യൻ രാജ്യങ്ങളിലും ഭയങ്കരമായിട്ട് ഭക്ഷ്യക്ഷാമം ഉണ്ടായത് അവിടെ ഏക വിളകൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് താല്പര്യങ്ങളുടെ പേരിൽ. ഇപ്പൊ ഇന്ത്യയിലും ഇപ്പൊ അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷം തൊട്ടിട്ട് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ നമ്മളെ ആസാം, മേഘാലയ ആ ഭാഗത്ത് അവിടെ എല്ലാ ഉൽപ്പന്നങ്ങളും കിട്ടുന്ന സ്ഥലമാണ്. എല്ലാ തരത്തിലുള്ള ധാന്യങ്ങളും കൃഷികളും. അതിന്റെ ആ വിളകൾ മാറ്റിയിട്ട് റബ്ബർ കൃഷി നടത്തിയായിട്ട് കേട്ടിട്ടുണ്ട് കേരളത്തിൽ കൊണ്ടുപോയിട്ട്. ഏകവിളയുടെ ദുരന്തമായിട്ട് പറയുന്നത് നമ്മൾ ചൂണ്ടിക്കാട്ടാനുള്ളത് ആരോട് താല്പര്യത്തിന് വെച്ചാൽ റബ്ബർ ഇതില്ല, ടയർ വ്യാപാരികളുടെ താല്പര്യം റബ്ബർ ഉൽപ്പാദിപ്പിക്കാനുണ്ട്. അതോടുകൂടി ആ ഭാഗത്തെ ഫെർട്ടിലിറ്റി പോയിട്ടും അവിടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പറയാതിരിക്കുക, അതിൽ ഉൽപ്പാദിപ്പിക്കാതിരിക്കുമ്പോൾ ഭക്ഷ്യക്ഷാമം മറ്റു കാര്യങ്ങളിലേക്ക് പോകും. അങ്ങനെ കാര്യങ്ങളിലേക്കൊക്കെ പോകാം. ഇതൊക്കെ ആരോഗ്യത്തിന്റെ അവകാശത്തിന്റെ കാര്യമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ വേറൊന്ന് പറയാനുള്ളത്, ഈ ആരോഗ്യത്തിന്റെ അവകാശം പറയുമ്പോൾ ഹോസ്പിറ്റലിലുള്ള ജീവനക്കാർക്കും അതിന്റെ പ്രൊട്ടക്ഷൻസ് ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി
പിന്നെ ഹോസ്പിറ്റൽ അറ്റാക്ക് ബില്ല് കേരളത്തിലൊക്കെ പാസ്സാക്കിയിരുന്നു, ആസ്പത്രി സംരക്ഷണ നിയമം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ബില്ല് പാർലമെന്റ് അവതരിപ്പിച്ച് മന്ത്രിസഭയിൽ അവിടെ വെച്ചപ്പോൾ അപ്പൊ മന്ത്രിസഭ തീരുമാനിച്ചു, കേന്ദ്ര മന്ത്രിസഭ അത് ആവശ്യമില്ല, ബാക്കിയുള്ള പ്രൊഫഷണലിനെക്കാളും അത്ര വലിയ പ്രൊട്ടക്ഷൻ ആവശ്യമില്ലാണ്. ഈ ആരോഗ്യം അവകാശമാകുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യ സേവനം കൊടുക്കുന്ന നഴ്സുമാർ, ജീവനക്കാർ, മറ്റു എല്ലാവർക്കും അവിടെ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന അറ്റൻഡർ എല്ലാവർക്കും അവരുള്ള സുരക്ഷ കൊടുക്കാനുള്ള ഈ സുരക്ഷ മാത്രമല്ല, അപകടങ്ങളിൽ നിന്നുള്ള വയലൻസിൽ നിന്നുള്ള സുരക്ഷ മാത്രമല്ല, രോഗം വരാതിരിക്കാനുള്ള സുരക്ഷ കൂടെ, പ്രൊട്ടക്റ്റീവ് എക്സ്പെൻസ്, നമ്മൾ PPE പോലത്തെ കാര്യങ്ങൾ, മാസ്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കണം, അതിനുള്ള നിയമങ്ങൾ വരണം എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇത്രയും കൊണ്ട് പറയാനുള്ളത്, ഇതൊരു വിഷയം ഈ ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വെച്ചതിലും പരിഷത്ത് ഈ പരിപാടി നടത്തി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ അതിയായ വ്യക്തിപരമായ സന്തോഷം കൂടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്നുള്ള മെസ്സേജുകൾ എടുത്ത് ജനങ്ങളെ ബോധവൽക്കരിക്കുക, കേരളത്തിലെ നേരിട്ട് ബോധവൽക്കരിക്കുക. ആരോഗ്യം നമ്മുടെ വികസനത്തിന്റെ മുഖ്യ കാര്യമാണ്, നമ്മുടെ ഭാവിയുടെ മുഖ്യ കാര്യമാണ്. രാഷ്ട്രീയ കക്ഷികളെ നമ്മൾ ഇതിനെ പ്രേരിപ്പിക്കുക, തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയിൽ വരിക, തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ജനപ്രതിനിധികളെ ഇത് ബോധവൽക്കരിക്കുക. അപ്പോൾ ഈ നയപരമായിട്ട് ആരോഗ്യം റൈറ്റാക്കാൻ നമുക്ക് ശ്രമിക്കാം. അത് ശ്രമിക്കുന്ന ആരാണോ രാഷ്ട്രീയ കക്ഷികൾ അവർക്ക് നമ്മുടെ പിന്തുണ കൊടുക്കുക. ഇതാണ് നമ്മൾ എടുക്കേണ്ട പോളിസി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വളരെ വളരെ നന്ദി ഡോക്ടർ ജയകൃഷ്ണൻ. നമ്മുടെ ഈ സന്ദർഭത്തിൽ നാളെ മുതലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ, ചർച്ചകളിൽ, ശാസ്ത്ര സംവാദ ചർച്ചകളിലൊക്കെ തന്നെ പങ്കെടുക്കുന്ന ആളുകളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അവർക്ക് ആ ചർച്ചയിൽ അവതരിപ്പിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇപ്പൊ നമ്മുടെ ഡോക്ടർ ജയകൃഷ്ണൻ നമ്മോട് സൂചിപ്പിച്ചത്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആരോഗ്യ വിഷയ സമിതി ഒരു ലഘുലേഖ തയ്യാറാക്കിയിട്ടുണ്ട്. മിക്കവാറും ആ ലഘുലേഖ ജില്ലകളിലൊക്കെ എത്തിയിട്ടുണ്ടാവും. ആ ലഘുലേഖക്കകത്ത് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള കുറെ വിശദാംശങ്ങളും ഡാറ്റകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടി നമുക്ക് ഒരു പ്രാവശ്യം തന്നെ അവതരിപ്പിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മൾ കിട്ടുന്ന സന്ദർഭത്തിനനുസരിച്ച് വളരെ കുറഞ്ഞ സമയത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ഈ കേന്ദ്ര ഗവൺമെന്റിനെ തീരുമാനിക്കുന്ന നമ്മുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനകത്ത് ആളുകൾ തീരുമാനമെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യത്തെക്കുറിച്ച് അത് അവകാശം എന്നുള്ള നിലക്ക് ഇന്നത് നിഷേധിക്കപ്പെടുന്ന നമ്മുടെ ജനങ്ങളെ ഈ കാര്യത്തിനകത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി, നമ്മുടെ മാത്രമല്ല നമ്മുടെ പോലെയുള്ള ഒട്ടേറെ ആളുകളുടെ ഈ ഒരു അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ നയസമീപനങ്ങൾക്കകത്ത് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ ചർച്ചയാക്കി ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ തീരുമാനത്തിലെത്താൻ വേണ്ടി കഴിയണം. അപ്പൊ ഇവിടെ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് ഈ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ കാര്യങ്ങൾക്കകത്ത് എത്രമാത്രം ജനവിരുദ്ധമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ അത് മാത്രമല്ല, നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്നോളമുള്ള കാലം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഹാത്തി കമ്മിറ്റി ശുപാർശകളാണെങ്കിൽ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള കമ്മിറ്റി ശുപാർശകളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കറിയാം അതൊക്കെ തന്നെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒട്ടേറെ റിപ്പോർട്ടുകളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായി നടപ്പിലാക്കിയിട്ടില്ല. അത് നേരത്തെ ഉണ്ടായിരുന്ന, അപ്പൊ മോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന കോൺഗ്രസ് ഗവൺമെന്റുകളെ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും പടിപടിയായിട്ടാണ് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് പകരം അതിനെ ദുർബലപ്പെടുത്തുകയും സ്വകാര്യവൽക്കരിക്കുകയും ഉദാരവൽക്കരിക്കുകയും നിലവിലുണ്ടായിരുന്ന സംവിധാനങ്ങളെ പോലും ദുർബലമാക്കി അതിന്റെ എല്ലാ തരത്തിലുള്ള ശക്തിയും ക്ഷയിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ, അതിന്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള കൂടിയ അവസ്ഥയിലാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു നയത്തിന്റെ പ്രശ്നമാണ്, വ്യക്തികളുടെ പ്രശ്നമല്ല. ആര് എന്നുള്ളത് മാത്രമല്ല, ഒരു നയമാണ് എടുക്കേണ്ടത്. അപ്പൊ ഭൂരിപക്ഷം ആളുകൾ രോഗികളാകുന്ന, കഷ്ടപ്പാടുള്ള, ഒട്ടേറെ പ്രയാസങ്ങളുള്ള ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ സർക്കാർ, കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നയസമീപനങ്ങൾ, ആ സമീപനങ്ങളെ നമുക്ക് സ്വാധീനിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ചർച്ച. അത് ശാസ്ത്രീയമായിട്ട് ശരിയായ രീതിയിൽ മുന്നോട്ട് വെക്കാനാണ്. അപ്പോ നമ്മുടെ ജയകൃഷ്ണൻ ഡോക്ടർ വിശദമായിട്ട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ന് പങ്കെടുക്കുന്ന ഏതാനും ചില ആളുകൾക്ക് കൂടി അഭിപ്രായങ്ങൾ ഇതിനകത്ത് കൂട്ടിച്ചേർക്കാം. അതിനുശേഷം നമുക്ക് ഇനി അടുത്ത ഘട്ടമായിട്ട് നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു ചിട്ട ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഒരു പ്ലാനിങ് നടത്തുന്നതിന് വേണ്ടി നമ്മുടെ കൺവീനർ മനോജ് ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കും. അത് സൂചിപ്പിക്കുന്നതിന് മുമ്പ്
ഏതാനും ചില കാര്യങ്ങൾ ഇവിടെ ഏതെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ ഞാൻ ആദ്യമായി ഡോക്ടർ ബി ഇക്ബാൽ സാർ ഒന്ന് കൂട്ടിച്ചേർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ഒത്തിരി രേഖകളുണ്ട്. അതൊക്കെ പരിഷത്ത് പ്രവർത്തകര് പഠിക്കാനുള്ള അവസരമായിട്ട് ഇത് ഉപയോഗിക്കണം. അങ്ങനെയാണ് ഈ വർഷത്തെ പ്രവർത്തനത്തിന് നല്ലൊരു തുടക്കമായിരിക്കും ഇത്. നമ്മുടെ ഒരു ഹോംവർക്ക് നാട്ടുകാരോട് പറഞ്ഞില്ലെങ്കിലും നമ്മൾ തന്നെ പഠിക്കാമെങ്കിൽ വളരെ നല്ല കാര്യമാണ്. കാരണം 10,000-കണക്കിന് പരിഷത്ത് പ്രവർത്തകരുണ്ടല്ലോ. എത്ര ശതമാനം നമ്മള് പിന്നെ ആരോഗ്യത്തിന് വേണ്ടി സർക്കാർ ചെലവാക്കും എന്നുള്ള കണക്കാണ്. പല കണക്കുകളും പറയുന്നുണ്ട്. ഇപ്പൊ സർക്കാർ ഭാഗത്തു നിന്ന് പറയുന്നത് 2.6% ആണ്, നമ്മൾ 1.1% ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ JSIയും മറ്റും അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചപ്പോഴാണ് മനസ്സിലായി ഈ 2.6, 1.1 ഒക്കെ മൊത്തം ചെലവാണ്, സ്വകാര്യ ചെലവ് അടക്കം. അതുകൊണ്ട് ഏറ്റവും അവസാനം 0.28 എന്നാണ് ക്വാണ്ടിഫൈ ചെയ്തിരിക്കുന്നത്. അതാണ് ഇപ്പൊ നമ്മുടെ രേഖയിൽ കൊടുത്തിട്ടുള്ളത്. അതൊരു കാര്യം. നിർഭാഗ്യവശാൽ പല രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രകടന പത്രികയിലെ ആരോഗ്യത്തിന്റെ വിഹിതം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. വിദ്യാഭ്യാസം CPM-ന്റെ വിദ്യാഭ്യാസം പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യം പറഞ്ഞിട്ടില്ല. ഞാൻ പെട്ടെന്നൊന്ന് നോക്കിയിട്ട് കോൺഗ്രസിന്റെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത് ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. രണ്ടാമത്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ആരോഗ്യം ഇപ്പോഴും ഒരു അവകാശമായിട്ട് പറഞ്ഞിട്ടില്ല. ജയകൃഷ്ണ പറഞ്ഞ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫേ പറഞ്ഞിട്ടുള്ളൂ, റൈറ്റ് ടു ഹെൽത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ അത് വെച്ചിട്ട് ചിലർ കേസ് കൊടുത്ത് ചില കേസ് അനുകൂല വിധിയൊക്കെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഫണ്ടമെന്റൽ റൈറ്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഈ നമ്മുടെ ഇതിലാണ് പിന്നെയും അതും പരോക്ഷമായിട്ടുള്ള സൂചനയേ ഉള്ളൂ. അതിന്റെ അതാണ് നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ് പിന്നെ ഉൾപ്പെടുത്തിയത് 2009 21-ാം ഭരണഘടനാ ഭേദഗതി. അതുകൊണ്ട് നമ്മള് ഇന്ത്യൻ ഭരണഘടനയില് മൗലികാവകാശമായിട്ട്, കാരണം ഇത്തവണത്തെ ലോകാരോഗ്യ സംഘടനയുടെ പ്രധാനപ്പെട്ട ഇത് റൈറ്റ് ടു ഹെൽത്ത് ആണ്. അപ്പൊ റൈറ്റ് ടു ഹെൽത്ത് മൗലികാവകാശമായിട്ട് ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തണം എന്ന് നമ്മൾ നിർബന്ധമായിട്ടും പറയണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത് ഒരു കാര്യം പറയാനുള്ളത്, ഈ ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ള കൺസെപ്റ്റ് ആശയം അതിൻ്റെ ഒരു വളർന്നിട്ടുണ്ട്. അത് ആദ്യ കാലഘട്ടം ഈ ഹെൽത്ത് ഫോർ എന്നുള്ള വാക്ക് ആദ്യം 78-ലെ അൽമാട്ട കോൺഫറൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവരപ്പം തന്നെ അത് വ്യക്തമാക്കിയിരുന്നു. ഹെൽത്ത് ഫോർ ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും രോഗമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതല്ല, പക്ഷെ ഒരു സാമൂഹിക സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പറ്റിയ ഒരു പോലെ ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ അതിനകത്ത് അൽമാട്ട ഡിക്ലറേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് സത്യം. അൽമാട്ട പ്രഖ്യാപനത്തിലാണ് ഹെൽത്ത് ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ് പറഞ്ഞിട്ടുള്ളത്, ആദ്യം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അൽമാട്ട ഒരു പ്രത്യേകത, അത് ആരോഗ്യത്തിന്റെ സാമൂഹ്യ ഉറവിടങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നുള്ള സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത്. മരുന്നുകളെ കുറിച്ചും ചികിത്സയെ കുറിച്ചൊക്കെ വളരെ കുറച്ച് ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. പ്രധാനമായിട്ടും കുടിവെള്ളം, വിദ്യാഭ്യാസം, പോഷണം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതാണ് പശുത്താക്കാലത്ത് ആരോഗ്യ സമം വിദ്യാഭ്യാസം, ആഹാരം, പോഷണം, പാർപ്പിടം എന്നൊക്കെ പറയാൻ കാരണം. പക്ഷെ പിന്നീട് അതിന് മാറ്റം വന്നു. യൂണിസെഫ് ഇടപെട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പരിമിതമായ ആരോഗ്യ സേവനം മതി, സെലക്റ്റീവ് പ്രൈമറി ഹെൽത്ത് എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോയി. അത് അവരെ മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും ലക്ഷ്യങ്ങളും നമുക്ക് യോജിക്കാവുന്നതാണെങ്കിലും, ഉദാഹരണം ഗോബി, ഗ്രോത്ത് മോണിറ്ററിംഗ്, ഓറൽ റീഹൈഡ്രേഷൻ തെറപ്പി, ബ്രസ്റ്റ് ഫീഡിങ്, ഇമ്മ്യൂണൈസേഷൻ, അതുപോലെ 3F ഫീമെയിൽ ലിറ്ററസി തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ പ്രധാനമാണെങ്കിലും ഈ കോംപ്രഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് സെലക്റ്റീവ് പ്രൈമറി ഹെൽത്ത് എന്നേക്ക് ഒരു ഷിഫ്റ്റ് വരുന്നു. പക്ഷേ പിന്നീട് ഇടക്കാലത്ത് ആരോഗ്യ മേഖല ഉണ്ടായ വലിയ വളർച്ച പ്രയോജനം ഒത്തിരി ചെയ്തിട്ടുണ്ടെങ്കിലും ചില തിരിച്ചടികളും ഉണ്ടാക്കി. ഒരു മെഡിക്കൽ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് തന്നെ, ഫാർമസ്യൂട്ടിക്കൽ കോംപ്ലക്സ് തന്നെ രൂപീകരിക്കപ്പെട്ടു. വൈദ്യശാസ്ത്രം വളരെയേറെ സ്വകാര്യവൽക്കരിക്കപ്പെട്ടു. അത് തന്നെ ഹെൽത്ത് സർവീസ് എന്നുള്ള ഹെൽത്ത് ഇൻഡസ്ട്രി ആയിട്ട് മാറി. പിന്നെയാണ് ന്യൂ എക്കണോമിക് പോളിസി അല്ലെങ്കിൽ നിയോ ലിബറൽ സിദ്ധാന്തങ്ങൾ വന്നു. ആരോഗ്യ അവകാശം എന്നുള്ള നിലയിൽ ആനുകൂല്യമായി മാറി. യൂസർ ഫീ ഇടപെടാൻ തുടങ്ങി. സ്വകാര്യവൽക്കരണം നടന്നു. ഇതൊക്കെ കൊണ്ട് ലോകമെമ്പാടുമുള്ള ആരോഗ്യ മേഖല വലിയ തിരിച്ചടി ഉണ്ടായപ്പോൾ ലോകാരോഗ്യ സംഘടന പഴയ കാര്യത്തിലേക്ക് തിരിച്ചെത്തി 2008-ൽ. 2008 ഒരു പ്രധാനപ്പെട്ട വർഷമാണ്. ഇന്ന് 2 രേഖകൾ ലോകാരോഗ്യ സംഘടന പ്രസിദ്ധീകരിക്കുന്നു. ഒന്ന് സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് ആണ്, അത് തിരിച്ചു കൊണ്ടുവന്നു. അതിന്റെ ഒരു കമ്മീഷൻ നിയോഗിച്ച് അതിന്റെ ഒരു റിപ്പോർട്ടുണ്ട്. രണ്ടാമതൊന്ന് പ്രൈമറി ഹെൽത്ത് കെയർ മോർ ദാൻ ഇവർ എന്നുള്ള പുതിയ രേഖ പ്രസിദ്ധീകരിച്ചു. കാരണം 1978-ലെ അൽമാട്ട പ്രഖ്യാപനം പ്രൈമറി ഹെൽത്ത് കെയർ കോൺഫറൻസ് ആയിരുന്നു നടത്തിയത്. പ്രാഥമിക ആരോഗ്യ സേവനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കേണ്ടത്. അതിലേക്ക് അവർ തിരിച്ചെത്തി 2008-ൽ.
ഇതിനിടയ്ക്ക് വേറെ ചില പുതിയ ഘടകങ്ങളും കൂടി ഉണ്ടായി. പണ്ട് നമ്മൾ പറഞ്ഞ സോഷ്യൽ കൂട്ടിച്ചേർക്കേണ്ട ചില കാര്യങ്ങളുണ്ടായി. ഒന്ന്, കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. രണ്ട്, സൂണോട്ടിക് ഡിസീസസ്, ഈ പാൻഡമിക്സ് നേരത്തെ ഉണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് കോവിഡിന്റെ കാലത്തൊക്കെ നമുക്ക് കൂടുതൽ കോവിഡ്, അതുപോലെ സാഴ്സ്, മെഴ്സ്, എബോള തുടങ്ങി ധാരാളം എപ്പിഡമിക്കുകളൊക്കെ വന്നപ്പോൾ സൂണോട്ടിക് ഡിസീസ്, പിന്നെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, ഇതിൽ നിന്ന് എല്ലാവർക്കും പിന്നെ വൺ ഹെൽത്ത് വൺ വേൾഡ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തി. അതുപോലെ എല്ലാവർക്കും ആരോഗ്യം എന്നുള്ളതിലേക്ക് ജയകൃഷ്ണനോട് സൂചിപ്പിച്ച പോലെ യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ എന്നുള്ള ആശയത്തിലേക്ക്, പിന്നെ സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്നതിലേക്കും വളർന്നു. അവിടെയാണ് നമ്മൾ അവൈലബിലിറ്റി, അഫോർഡബിലിറ്റി, അക്സസിബിലിറ്റി എന്നുള്ള 3 ആശയം മുന്നോട്ട് വെച്ചത്. അതുപോലെ പ്രാഥമിക ആരോഗ്യ സേവനം എന്നുള്ളത് തന്നെ കുറെ കൂടെ മുന്നോട്ട് പോയി. താഴെത്തട്ടിൽ തൊട്ട് 5-6 ഘടകങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിക്കണം. ആരോഗ്യ വിദ്യാഭ്യാസം, രോഗപ്രതിരോധം, ആരോഗ്യ പരിപോഷണം, പ്രാഥമിക ചികിത്സ, പിന്നെ പുനരധിവാസം, അത് പലപ്പോഴും വിട്ടുപോകുന്നതാണ്. റീഹാബിലിറ്റേഷൻ, പാലിയേറ്റീവ് കെയർ, സാന്ത്വന പരിചരണം, അതും നമ്മളിപ്പോൾ താഴെത്തട്ടിൽ തൊട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. ഈ എല്ലാവർക്കും ആരോഗ്യം എന്നുള്ള ഒരു കാഴ്ചപ്പാടിന് ഈ ലോക അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയൊരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ട് കേരളത്തെ കുറിച്ചാണ് പറയുന്നത്. കേരളത്തിലെ ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയുമ്പോഴും നമ്മൾ രോഗപ്രതിരോധത്തെയും ആരോഗ്യ വിദ്യാഭ്യാസത്തെയൊക്കെ അവഗണിച്ചതിന്റെ ഫലമായിട്ട് രോഗാതുരത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുണ്ട്. മോർബിഡിറ്റി ഈസ് വെരി ഹൈ. അതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചറും കേരളത്തിൽ വളരെ ഉയർന്നു നിൽക്കുന്നു. ഈ 2 കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയണം. അവസാനമായിട്ട് സത്യത്തിൽ ആരോഗ്യത്തിലെ ഈ പ്രത്യേകിച്ച് പാൻഡമിക് കാലത്തെ ലോകം എത്തിയിട്ടുള്ള ഒരു നിഗമനം പൊതുജനാരോഗ്യ സംവിധാനം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൽ നമ്മളൊരു ഇൻഷുറൻസ് മോഡലാണ് കേന്ദ്ര സർക്കാർ പോകുന്നത്. നമ്മളും അത് കുറേയൊക്കെ അനുകരിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ അതൊരു താൽക്കാലിക ആശ്വാസ നടപടി എന്നുള്ളതിൽ ഏർപ്പെടുത്തുമ്പോൾ തന്നെ സമാന്തരമായിട്ട് പൊതുജനാരോഗ്യ സംവിധാനം ശക്തിപ്പെടുത്താനുള്ള നീക്കം നടത്തണം. അത് കേരളത്തിൽ നടക്കുന്നുണ്ട്, വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അപ്പോഴേക്കും നമ്മുടെ രോഗപ്രതിരോധം നടത്തേണ്ട സബ് സെന്ററുകൾ ദുർബലപ്പെട്ടു. അതിപ്പോൾ ജനകീയാരോഗ്യ കേന്ദ്രമാക്കുകയാണ്, നഴ്സുമാർ അവിടെ വരുന്നു. അത് വീണ്ടും ചികിത്സയിലേക്ക് മാറുമോ എന്ന് എനിക്കൊരു ഭയമുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളും കൂടി നമുക്ക് പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുവരെ പരിഷത്ത് പ്രസിദ്ധീകരിച്ച രേഖകള്, പിന്നെ ഔഷധ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇപ്പോ അതിവിടെ സൂചിപ്പിച്ചു. പക്ഷെ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഈ ഔഷധ വില നിയമം ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വേണ്ടത്ര ഫലവത്തില്ല. കാരണം സിംഗിൾ ഇൻഗ്രീഡിയന്റ് ഡ്രഗിനാണ് ഔഷധ വില നിയന്ത്രിക്കുന്നത്, ഏകമാത്ര മരുന്നുകൾ. പക്ഷെ 60% ഔഷധ ചേരുവകളാണ്. ഇത് പലതും അശാസ്ത്രീയ ചേരുവകളാണ്. അവിടെ വിലയും വളരെ കൂടുതലാണ്. വില നിയന്ത്രണത്തിന് പരിധി വരുന്നില്ല. 2, പുതിയ മരുന്നുകളുടെ പേറ്റന്റ് എടുത്ത മരുന്നുകളും ഇതിന്റെ പരിധിയിൽ വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പല ആളുകൾക്കും വേണ്ടി ഈ മോട്ടോർ ഡിസീസിനും അതുപോലെ മസ്കുലാർ ഡിസ്ട്രോഫിക്കും ഒക്കെ പൈസ പിരിക്കേണ്ടി വരുന്നത്. അപ്പൊ അതിന് അതിഭീമമായ ചെലവാണ്. അപ്പൊ അവിടെ പേറ്റന്റുമായി ബന്ധപ്പെട്ട ഒത്തിരി ഇഷ്യൂ അവിടെ ഉണ്ട്. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ഇപ്പൊ ചെയ്യേണ്ടത്, നമ്മുടെ ഓഫ് പേറ്റന്റ് ഡ്രഗ് എങ്കിലും ധാരാളം മരുന്നുകൾ ഓഫ് പേറ്റന്റാണ്, വൻതോതിൽ നമ്മുടെ പിന്നെ പബ്ലിക് സെക്ടർ മരുന്ന് കമ്പനികൾ വഴി ഉത്പാദിപ്പിച്ച് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. പക്ഷേ പൊതുമേഖല ഔഷധ കമ്പനികൾ പൂർണ്ണമായും തകർച്ചയിലാണ്. കേരളത്തിലെ KSDP ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ 200 കോടി രൂപയുടെ മരുന്നാണ് ഉത്പാദിപ്പിക്കുന്നത്. കേരളത്തിലെ ഇന്ത്യയിൽ മൊത്തം ഉത്പാദിപ്പിക്കുന്ന 1,80,000 കോടി മരുന്നിന്റെ 10% കേരളത്തിലാണെന്ന് ഓർക്കണം. വളരെ പരിമിതമാണ്. പക്ഷെ എങ്കിലും അവരവിടെ ഇപ്പോൾ ക്യാൻസറിനുള്ള ഒരു ഓങ്കോ പാർക്ക് സ്ഥാപിക്കാൻ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് കൂടുതൽ ശക്തിപ്പെടുത്തും. അപ്പൊ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അത് പലപ്പോഴായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് സമഗ്രമായി മനസ്സിലാക്കാനും പരിശോധിക്കാനും ഉള്ള ഒരു അവസരമായിട്ട് ഇത് എടുത്താൽ, എൻ്റെ അഭിപ്രായത്തിൽ മറ്റുള്ളവരെ പഠിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ തന്നെ പഠിക്കാൻ ശ്രമിക്കുക, നോട്ടൊക്കെ തയ്യാറാക്കി പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ ഈ വർഷത്തെ നമ്മുടെ പ്രവർത്തനത്തിന്റെ നല്ല ഒരു തുടക്കമായിരിക്കും ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അതിന് മുൻകൈ എടുത്ത ആരോഗ്യ വിഷയ സമിതിയുടെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്.